അപ്പോൾ എന്താ പറയുക, എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ അഭിപ്രായങ്ങൾ കേട്ടാൽ മാത്രം മതി നല്ലൊരു ടീച്ചറാവാം, അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രധാനമായും എല്ലാവരെയും പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു വേർതിരിവുമില്ലാതെ എല്ലാവരുടെയും കാര്യങ്ങൾ ഫ്രണ്ട്ലി മൈൻഡിൽ നമ്മൾ ഇടപെടുന്നു, സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു. പിന്നെന്താ, ഒരു എന്താ പറയുക, ഡെഡിക്കേറ്റ് ചെയ്ത് അധ്യാപികമാർ ഇടപെടുന്നുണ്ട്. പിന്നെ നല്ല കെയറിങ്, നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരവസ്ഥ, അല്ലേ? അങ്ങനെയുള്ള അധ്യാപിക ആകാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, 5 ടീച്ചർ മാറിപ്പോയപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു അധ്യാപിക ആകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ആവണമെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ചൊരു ഹോംവർക്കൊക്കെ അത്യാവശ്യമാണ്. നമ്മൾ ഓരോ കുട്ടിയെയും മനസ്സിലാക്കണം. പറഞ്ഞില്ലേ, പേര് ചൊല്ലി പറയുക, ഇതൊക്കെ നമ്മുടെ ഒരു തിയറിയിലുള്ളതാണ്. കുട്ടികളുടെ പേര് ചൊല്ലി പറയുക, ഇടി എണീക്കിടി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ മോളെ പറയടി എന്ന് പറഞ്ഞാൽ മോളെ എന്നുള്ള ഒറ്റ വാക്ക് മതി. നമ്മൾ ഒരാളെ ഒരു ദിവസം ഒന്ന് കെയർ ചെയ്താൽ മതി. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാത്ത, എന്താ മക്കളെ ചെയ്യാത്ത, ഇങ്ങനെ ഒരു ടച്ചിങ് മാത്രം മതി. അവന് ഒരാഴ്ചക്കാലം പിന്നെ നമ്മൾ ആ കുട്ടിയെ നോക്കണമെന്നില്ല, അവൻ്റെ കയ്യിൽ നമ്മളെ കയ്യിൽ കിട്ടും. അതുപോലെ ഓരോ ദിവസം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് 2-3 പേരെ വെച്ച് ഇങ്ങനെ നോക്കി ചെയ്താൽ മതി. നിങ്ങൾ അവരുടെ ഫേവറേറ്റ് ടീച്ചറായിട്ട് മാറാൻ പറ്റും. എന്ന് വെച്ചിട്ട് അവർ ചെയ്യുന്ന എല്ലാത്തിനെയും അംഗീകരിക്കുക എന്നുള്ളതല്ല. അവർ തെറ്റ് കാണിച്ചാൽ നമ്മൾ തെറ്റെന്ന് തന്നെ പറയണം, ഷൗട്ട് ചെയ്യാനുള്ള ഷൗട്ട് ചെയ്യണം. അത് നമ്മളെ തിയറിയിലില്ല, പക്ഷെ ഞാനതൊക്കെ ഇന്നും കൂടി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. കാര്യം അതൊരു ടാർഗറ്റ്. ഇപ്പം ഞാനിപ്പോൾ ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറയാം. ശാസ്ത്രമേള വരികയാണ് 13, 14 തീയതികൾ, ഇനി ദിവസങ്ങളില്ല. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ എൻ്റെ സ്കൂളിലെ കലോത്സവത്തിന് ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾ വരുന്ന വലിയൊരു ഇവൻ്റാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഈ ടോപ്പിക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. ഞാൻ അന്നേ വാട്സപ്പിൽ വൈകുന്നേരങ്ങൾ എഴുതിയിടും, കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു. അത് ചെയ്യാതെ ഇന്ന് കുട്ടികൾ വന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞ് അങ്ങനെ പാരൻസിനെ വിളിച്ച് വരുത്തി. ഞാൻ പറഞ്ഞു, ഇവിടെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ട്, പക്ഷെ നിങ്ങളുടെ കുട്ടികൾ കഴിവുള്ളൊന്ന് കരുതിക്കൊണ്ടാണ് നിങ്ങളെ ഇട്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടികൾ ഇരിക്കുമ്പോൾ തന്നെ, രക്ഷിതാക്കൾ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് കയർക്കാനുള്ളത് കയർക്കുക തന്നെ ചെയ്യും. നമുക്ക് അവിടെ ഒരു ഒളിച്ചു വെക്കലിൻ്റെ കാര്യമില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം കറക്റ്റ് ആവണം, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നു പാരൻസിന് ബോധ്യം വരണം. കാരണം ഞാൻ ഇന്നലെ ആ നോട്ട് എഴുതി തീർന്ന് 12:15 ഈ രണ്ടുപേര് വെച്ച് ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി രാത്രി മുഴുവനും എനിക്ക് കിട്ടുന്ന മെത്തേഡ് മൊത്തം ഞാൻ ഇട്ടു. ചില കുട്ടികൾ അത് കണ്ടില്ല. ഞാൻ ആ പാരൻറ്റോട് ചോദിച്ചു, ഞാൻ ഇത്രയും മെനക്കെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഇന്നും വന്നു, ഇന്നും ഞാൻ പറഞ്ഞു. പക്ഷെ ആർക്കും പരാതിയൊന്നും ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അതിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. നമ്മളൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഒരു ഇടത്തിലേക്ക് പോയാൽ അവിടെ അടുത്തൊരു കളം നമുക്ക് പിടിക്കുക എന്നുള്ളതുണ്ട്, അല്ലേ? നമ്മൾ ചെന്നാൽ എന്താ പറയുക, കുട്ടികളെ ഒന്ന് അറിയുക എന്നുള്ളത് പറയുന്നത്. കുട്ടികളുടെ ഓരോരുത്തർക്കും വേണ്ടിയുള്ളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവണം എന്നാണ് നമ്മുടെ രീതി. പക്ഷെ എത്ര പേര് പാലിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളെല്ലാം ടീച്ചിങ് പ്രാക്ടീസ് പല സ്ഥലത്ത് പോകുന്നുണ്ടല്ലോ, ഇല്ലേ? എത്ര പേര് നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടോ? എത്ര ചാർട്ട് കാണുന്നുണ്ട്? എത്ര ടീച്ചിങ് എയ്ഡ്സ് അവിടെ അധ്യാപകർ ചെയ്യുന്നുണ്ടോ? ആകെ നിങ്ങൾ കൊണ്ടുപോകുന്ന 1-2 ടീച്ചിങ് എയ്ഡ്സ് മാത്രമായിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങളും തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം ചെയ്യുന്നത് ICT എന്ന് പറഞ്ഞ് ഒരു ടാബോ, ചിലർ മൊബൈൽ സഹിതം കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? മൊബൈൽ കൊണ്ടുപോകാറുണ്ടോ? ICTക്ക് വേണ്ടി കൊണ്ടുപോകാറുണ്ടോ? പക്ഷെ അങ്ങനെ എൻ്റെ സ്കൂളിൽ വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. മൊബൈലുമായിട്ട് വളരെ ഒരു സീരിയസും കാണിക്കാതെ വന്നു. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയൊന്നും ഒരു അധ്യാപകരൊന്നും ഒരിക്കലും അധ്യാപകരായിട്ട് മാറത്തില്ല. നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് സാധ്യതയാണ് അധ്യാപകർക്ക്. മറ്റുള്ള പോലീസുകാരനാവാം, SI ആവാം, നാട് വിറപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ 56 വയസ്സ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പട്ടിക്കുഞ്ഞ് പോലും നമ്മളെ പരിഗണിക്കില്ല, സത്യം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ളൊരു ടീമും കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങളെല്ലാവരും എടാ മോനെ എന്നൊക്കെ വിളിച്ച് എല്ലാം ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ജോലിക്ക് കയറി നിങ്ങളെല്ലാം വിവിധ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളിലൊരു ഈഗോ രൂപപ്പെടും. അതായത് ഞാൻ സർവീസ് കൂടിയത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു എനർജിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് പതുക്കെ നമുക്ക് വീട് വയ്ക്കണം, ജോലിക്ക് കയറിയാൽ ആദ്യം വലിയൊരു ചിട്ടി എടുക്കണം, ഒരു കാറ് വാങ്ങിക്കണം, നല്ല ഷൂ വാങ്ങിക്കണം, നമ്മൾ ഇത്രയും കാലം ഇടാത്ത ലോക്കൽ ഉടുപ്പൊക്കെ മാറ്റി നല്ല ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇടണം. ഇതിനു വേണ്ടിയുള്ള ചിന്തകൾ മാത്രമായി മാറുന്ന എത്രയോ അധ്യാപകർ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ പഠിക്കുന്ന എത്രയോ വിദ്യാലയത്തിലെ അധ്യാപകരും 4 മണിക്ക് ശേഷം അവിടെ നിൽക്കുന്നവർ വല്ല മേളയോ വരുമ്പോൾ മാത്രമേ കാണാറുള്ളൂ.
പബ്ലിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെ പബ്ലിക് പുറത്തിറങ്ങുന്നത് ഒന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ, അല്ലേ? അല്ലാതെ അവർ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇടപെടുന്നവരുണ്ടോ? അങ്ങനെ ഇടപെടുന്ന അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടായി വരും. നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? സോഷ്യൽ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്, അല്ലേ? എല്ലാവരെയും ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സമൂഹവുമായി ഇടപെടാൻ നമുക്ക് കഴിയണം. നമ്മൾ അത്തരം വിഷയങ്ങൾ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അത് നമ്മൾ പറയണം. ചിലതിന് നമ്മൾ പർപ്പസായിട്ട് പറയണം, പർപ്പസായി പറയുക തന്നെ വേണം. നമുക്ക് അങ്ങനെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ണുനീരുണ്ടാവണം. നമുക്ക് ഉദാഹരണം, അപ്പോൾ നമ്മൾ ആര് കരയുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്? ഗാസയിലെ കാര്യം, ഇത്രയും കുഞ്ഞുങ്ങളല്ലേ വീണ് മരിക്കുന്നത്. നമ്മളതെന്ന് ക്ലാസ്സിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? എത്ര അധ്യാപകരെ ചെയ്യുന്നുണ്ട്? നമ്മൾ മനുഷ്യരല്ലേ, ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വമുള്ളവരല്ലേ? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ലൈവായി അത് കാണിക്കുക. നമ്മളതൊരു മതമോ അങ്ങനെയൊന്നുമല്ല. അത് കാണിക്കുമ്പോൾ ഗുണം അത്തരം ചെയ്യുന്നത് തെറ്റാണ്. അല്ലാതെ നമ്മൾ ലോക യുദ്ധവിരുദ്ധ ദിനത്തിൽ നിന്ന് ഒരു റാലിയും പോയോണ്ട് ഒന്നും ആവില്ല. അവൻ്റെ മനസ്സിലേക്കാണ് ഇറങ്ങിച്ചത്. അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യലി നമ്മൾ ഇടപെടണം. അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സമൂഹവുമായി ഇടപെടാതെ KSFയിൽ പോയി ചുറ്റി അടച്ചുകൊണ്ട് മാത്രം നമ്മളൊരു അധ്യാപികയാവില്ല. ഒരു കാറ് വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വന്ന് 10 to 4 ഓക്കെ എല്ലാം ചെയ്യുന്നു, അത് ചെയ്യുന്നു, 5 മണി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കടവ് പിടിക്കുന്നു, അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും യങ്ങായിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ എവിടെ നിങ്ങൾ ഇനിയിപ്പോൾ താൽക്കാലിക അധ്യാപകരായിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് വർക്ക് ചെയ്യുക. ചിലപ്പം അവിടെയുള്ള സീനിയേഴ്സ് നിങ്ങൾക്ക് പണി തരുന്നതായിരിക്കും. മറ്റേ സാർ അങ്ങ് ചെയ്തോളൂ എന്ന് പറയും. നിങ്ങൾ ഏറ്റെടുക്കുക, ചെയ്യുമ്പോൾ സംഭവിക്കുന്നതല്ലേ, നിങ്ങൾക്കൊരു കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യും. ഞാനൊക്കെ ഇത് കഴിഞ്ഞിട്ട് അധ്യാപകനായി വരുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക അധ്യാപകനായി പോയി. അപ്പോൾ അന്ന് എന്നെ ഒരുപക്ഷെ ഇതിലേക്ക് ബിൽഡപ്പ് ചെയ്ത് എടുത്തത് ശാസ്ത്രമേളകളാണ്. പഠിക്കുന്ന സമയത്തും തന്നെ ഞാൻ പഠിച്ചത് അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, പറക്കോട് എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ 40 പേരുണ്ടായിരുന്നു. ഞാൻ TTCക്കാണ് പഠിച്ചത്. അപ്പോൾ അന്ന് 40 പേരിൽ 15 പേര് ജെൻസാണ്. എല്ലാവരും വടക്കുള്ളവരാണ്. തിരുവനന്തപുരത്തുള്ള 2 പേരേ ഉള്ളൂ, ബാക്കി എല്ലാം വടക്കാണ്. എല്ലാ ശനിയും ഞായറുകളും നമ്മൾ പെൺപിള്ളേരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ നടന്ന് പല ഇടങ്ങളും പോയി സംസാരിച്ചിരുന്നു. ചിലപ്പോൾ രാത്രി ചീട്ട് കളിക്കും. ആ ചീട്ട് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഒരു 3-4 പേര് നമുക്കുള്ള കണ്ടൻറ്റുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്ലി മൈൻഡായിരുന്നു. ഒന്നും പഠിക്കില്ലെങ്കിൽ പോലും പരീക്ഷയുടെ മുമ്പ് ഒരാൾക്കൊരു അറിവ് കിട്ടി അത് ഷെയർ ചെയ്യും, സംസാരിക്കും, അവനവൻ്റെ വിഷയങ്ങൾ. അതായത് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ആ സൗഹൃദത്തിൽ അന്ന് ജലസിയില്ല. ഇപ്പോഴൊക്കെ ആ സൗഹൃദത്തിൽ അവസാനമൊക്കെ ആയപ്പോൾ ചെറിയ ജലസികൾ വരുന്നുണ്ട്. പലരുടെയും പോസ്റ്റുകൾ കണ്ടാൽ നോക്കാൻ സമയമില്ലാതെ വരുന്നു. അതൊക്കെ മനുഷ്യൻ്റെ വരും. അന്നൊക്കെ ഞങ്ങളെല്ലാവരും 0 ആയിരുന്നു. ഒരു മാസത്തെ ചിലവൊക്കെ 250-300 രൂപയൊക്കെ ഉള്ളായിരുന്നു. കാര്യം 2 വർഷം മുഴുവനും ഒരേ ആഹാരം കഴിച്ചവരാണ് ഞാനും അടക്കമുള്ള ഞങ്ങളെല്ലാവരും. അതായത് കുറച്ച് അരിയിടും, ഒരു 2-3 വെണ്ടയ്ക്ക, 2-3 ഉരുളക്കിഴങ്ങും 2 സവാള ഇട്ട് ആ കറി തന്നെയാണ് രാവിലെയും വൈകുന്നേരവും ചെയ്ത് കുടിച്ചു 2 വർഷം മുഴുവനും. ഞാനൊക്കെ ഇവിടെ നിന്ന് പോയതുകൊണ്ട് തന്നെ രാവിലെ കാപ്പി കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഈ പുട്ടോ അപ്പോൾ എന്തെങ്കിലും മസ്റ്റായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ആ ശീലമൊക്കെ ഒന്ന് മാറി. ഈ പട്ടിണിയുടെ നമ്മളൊക്കെ ഈ കഷ്ടപ്പെടുന്നത് നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. ഒത്തിരിയെങ്കിലും നമ്മൾ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നവരെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പണിയായി, ജോലിയുണ്ട്. 1-2 പേര് മാത്രം ഈ ഫീൽഡ് ഉപേക്ഷിച്ചിട്ട് ഗൾഫിലേക്ക് പോയി. ഈ പോയവരെല്ലാവരും തന്നെ മിടുക്കരാണ്. കാരണം ഒരാൾക്ക് ചാർട്ട് എഴുതാൻ അറിയാമെങ്കിൽ ഒരാൾ ഗംഭീരമായിട്ട് നാടൻ പാട്ട് ചൊല്ലും, വേറൊരാൾ സയൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യും, ചിലർ ഈ കോമഡി ചെയ്യും. ഇങ്ങനെയുള്ള എന്ത് കാര്യവും ചെയ്യാനാണ് കഴിയുന്നത് ആദ്യ സമയത്ത്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പം എല്ലാവരും എല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായത് ഇപ്പോൾ പെമ്പിള്ളേരൊക്കെ കൊണ്ടുവരും. അപ്പോൾ ചാർട്ടൊക്കെ വാങ്ങിക്കോ, അതിന്നുണ്ടാകുന്ന വേസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ പല മെറ്റീരിയലും ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളൊരു ഫ്രണ്ട്ലി, ഒരു ഹോംലി സെറ്റപ്പിൽ നിങ്ങൾ പോയാൽ മാത്രമേ ഒരു മികച്ചൊരു അധ്യാപികയായി മാറാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന് പൈസയോ അച്ഛന് അമ്മയ്ക്കൊക്കെ കുടുംബസ്വത്തൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കയറാം. പക്ഷേ അങ്ങനെ പോയതുകൊണ്ട് നിങ്ങളൊരു എയ്ഡഡ് ഒരു സ്ഥാപനത്തിൽ പോയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു ഒരു ഓപ്പൺ മീറ്റിങ്ങിൽ പോയാൽ പോലും ഒരു 2ാം തരക്കാരായി കാണാറുണ്ട് പലരും. നിങ്ങൾ പഠിച്ച് ആ ഒരു ഗവൺമെൻറ് ജോബ് തന്നെ നേടുകയും അവിടെ ജോബ് നേടിയിട്ട് നമ്മൾ തനിക്കുണം കാട്ടാതെ നമ്മൾ കട്ടയ്ക്ക് നിന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടാം. ഞാനെന്നും ഞാൻ ആ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു ആവറേജുകാരനായിരുന്നു. ഈ പറഞ്ഞ TTC പഠിക്കുന്നതിലും ഒരു ആവറേജും, എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ഇച്ചിരി മുന്നിട്ട് നിന്നിരുന്നു. പക്ഷേ എന്നെക്കാളും മിടുക്കരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ
എന്താ പറയുക, വളരെ നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ എഴുതുക. ഒരു ചാർട്ടിൻ്റെ വാചകങ്ങൾ തന്നെ നമ്മൾ ചിലപ്പം നോർമലി എഴുതും, അവരൊക്കെ എഴുതുന്ന വേറൊരു ലെവലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം നോക്കുമ്പോൾ അന്ന് ഞങ്ങളെല്ലാം കൊള്ളാമടാ എന്ന് പറഞ്ഞവരെല്ലാം ആ ഒരു ഗുമ്മിൽ അവിടെ തന്നെ അങ്ങ് നിന്നുപോയി. ഞാൻ മിടുക്കനാണല്ലോ എന്നൊരു ചിന്തയിൽ പലരും അങ്ങ് നിന്നുപോയി. അതാണ് സംഭവിക്കുന്നത്. നമുക്കൊക്കെ ആരെങ്കിലും രണ്ടുപേര് കൊള്ളാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു വർക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ 2-3 ലൈക്ക് ഇടുമ്പോൾ നമ്മൾ അതിനങ്ങ് അഭിനന്ദിക്കും. നമ്മളതിൽ കൊള്ളാം, എൻ്റെ ലൈക്ക് എനിക്ക് ഞാൻ ഇട്ടതിന് അവൾ ലൈക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ കമൻ്റ് ഇട്ടില്ല, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ കയറി വരാൻ കാരണം ഇതുപോലെ കുറേ കയറി വരണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2001 താൽക്കാലിക അധ്യാപകനായി പോകുമ്പോൾ ഈ ശാസ്ത്രമേളയ്ക്കൊന്നും കൊണ്ടുപോകാറില്ല. അന്ന് സീനിയേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയയൊക്കെ ഇട്ടു, 1-2 പരിപാടിക്ക് കൊണ്ടുപോയി ബി ഗ്രേഡൊക്കെ കിട്ടി, സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടി. അപ്പോൾ അന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ ബോധ്യമായി, ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്താൽ സെക്കൻഡ് പ്രൈസ് കിട്ടും. അടുത്തൊരു സ്കൂളിൽ പോയപ്പോൾ ഞാൻ അവിടെ ഹാർഡ് വർക്ക് ചെയ്തു, ഫസ്റ്റ് പ്രൈസ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ സർവീസിൽ കയറുമ്പോൾ അന്ന് മുതൽ ശാസ്ത്രമേളകൾ കണ്ടിന്യൂസ് പോകും. നമുക്കൊരു ക്യാപ്പബിലിറ്റി ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഐഡിയക്ക് ഇത്രയും സാധ്യതയുണ്ട്, അപ്പോൾ എൻ്റേത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. പിന്നെ അന്ന് മുതൽ ഞാൻ പറയില്ലേ, സർവീസിൽ കയറിയ കാലം മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ശാസ്ത്രമേളയിൽ പോവുകയും, അധ്യാപകർക്ക് മത്സരമുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും അധ്യാപകർ ഈ മത്സരങ്ങൾക്ക് പോകാറുണ്ടോ? ടീച്ചിങ് എയ്ഡിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ മത്സരമുണ്ട്. UP ലെവലിലുണ്ട്, ഹൈസ്കൂളിലുണ്ട്, ഹയർ സെക്കൻഡറിയിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും അധ്യാപകർ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ 18 വർഷത്തിലേറെയായി ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ ഇന്നലെ എൻട്രി കൊടുത്തു, ഈ വർഷവും പോവുകയാണ്. ഈ വർഷം പോലും വേറെ പ്രത്യേകത, അവിടെ പോയി ലൈവായി ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പോയതിനുള്ള ഗുണം എനിക്ക് ഈ പറയും പോലെ അതിൽ സ്റ്റാർട്ട് ചെയ്തത്, ശാസ്ത്രമേളയ്ക്ക് പോയി ചെറിയൊരു സമ്മാനം വാങ്ങുകയൊക്കെ ചെയ്ത് ആ സ്കൂളിലൊരു പേര് വരികയും താൽക്കാലിക അധ്യാപകനായ കിഷോർ സാറ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അത് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമമായി, അത് നിലനിർത്തുക എന്നുള്ള ഭാഗമായി. പിന്നെ എന്നാൽ അത് ചെയ്ത് നമ്മൾ സക്സസ് ആയിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറയില്ല, ആദ്യത്തെ ഒരു ഷെല്ല് പൊട്ടിച്ച് അകത്തോട്ട് കയറുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ഷെല്ല് പ്രശ്നമില്ല, അടുത്ത ഷെല്ല് അതൊരു പ്രശ്നമില്ല, അങ്ങനെ കയറി പൊയ്ക്കൊണ്ടേയിരിക്കുക. അതിന് നല്ലൊരു സഹകരണം ആവശ്യമാണ്. നമ്മൾ ചെല്ലുന്ന ഇടത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. എന്ന് വെച്ചാൽ അത്രയും കാലം ഇപ്പോൾ സാറ് തന്നെ താൽക്കാലികമായ ഒരു സ്കൂളിൽ ചെല്ലുന്നു, അവിടെയുള്ള സീനിയേഴ്സാണ് ഒരേ പുതിയുടെ ചോക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം തരും. സാർ എന്തെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ സാർ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും, എങ്ങനെ നോക്കും, നമ്മളെ വലിയ പ്രോത്സാഹനം തരത്തില്ല. പക്ഷേ അവരെയെല്ലാം കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ സാറിന് ശമ്പളമൊക്കെ കിട്ടും, പ്രശ്നമൊന്നുമില്ല, ഏതോ ഒരു അധ്യാപകനെ പോലെ വന്നിട്ട് പോകണം. ഇപ്പോൾ പറഞ്ഞ പോലെ എന്നെ കുട്ടി പറഞ്ഞ പോലെ LKG 5ാം തരം വരെ പഠിപ്പിച്ച അധ്യാപികയെ ഓർമ്മിക്കുന്നു. അവിടെ ഒരാൾ എന്താ പറയുക, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ കുട്ടിയെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അധ്യാപകനായി ആരും ഓർക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ അധ്യാപികയായാൽ നിങ്ങളെക്കുറിച്ച് ഇത് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഞാനിപ്പോൾ സംസ്ഥാന അധ്യാപക അവാർഡ് ഈ വർഷം ഉണ്ടായിരുന്നു, എന്നെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയിരുന്നു. ഈ വർഷം ഞാൻ അവിടെ പോയപ്പോൾ പുതിയ നമ്മൾ DGE ആണ്, പുതിയ തമിഴ്നാട്ടുകാരനാണ്. പുള്ളി പറഞ്ഞത് നിങ്ങൾ വളരെ എന്താ പറയുക, പുള്ളി പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാനൊരു തമിഴ്നാട്ടിലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കഴിഞ്ഞതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപികയെക്കുറിച്ച് അയാൾ പറഞ്ഞു. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഞാനും പറഞ്ഞ എൻ്റെ അധ്യാപികയെ ഓർക്കുന്ന പോലെ നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് മുഴുവനും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അധ്യാപകർക്ക് മാത്രമേ അതിനുള്ളൊരു ഇതുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കൂ, നമ്മളെന്നും ഒരു 40-50 കുട്ടികളെ മുമ്പ് നിൽക്കുകയാണ്, നമുക്ക് എന്തെല്ലാം പറയാം, എന്തെല്ലാം കാര്യങ്ങൾ പറയാം. വേറെ ഒരു ഓഫീസിൽ ഇപ്പോൾ ജോലി ചെയ്താൽ വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലതുപോലെ പ്ലാൻ ചെയ്ത് നല്ല വെറൈറ്റി ആയിട്ട് ക്ലാസ് എടുക്കുക. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 മാസം കൊണ്ട് നമ്മൾ ആ ഒരു സ്കൂളുമായി വരികയും പയ്യൻ കുഴപ്പമില്ല, കൊച്ചു കുഴപ്പമില്ല, ആക്റ്റീവാണ് എന്നൊരു പേരുണ്ടായി വരണം. അല്ലാതെ മിണ്ടാതെ നൈസിന് പോയി ഒപ്പിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അതിന് ചെയ്യണമെങ്കിൽ നല്ലതുപോലെ വർക്ക് ചെയ്യണം,
അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കുക. നമുക്കുള്ള ഒരു വിഷയം നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും ചോദിക്കാനൊക്കെ മടിയാണ്. ഇപ്പോൾ നമ്മളെല്ലാം നെറ്റ് സെർച്ച് ചെയ്യുക എന്ന് മാത്രം അത് ആവശ്യമാണ്. പക്ഷേ ഈ എക്സ്പീരിയൻസിൽ നിന്നും കിട്ടുന്നൊരു കാര്യമുണ്ടല്ലോ, അത് വലിയൊരു ഘടകമാണ്. അത് ചെയ്യുക. ഇപ്പോൾ എന്തായാലും നമ്മൾ അധ്യാപകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾ പഠിച്ചു കാണും, പൊതിച്ചോറൊക്കെ കട്ട് തിന്നുന്ന അധ്യാപകരായിരുന്നു പണ്ട് കാലത്ത്, ഗതിയില്ലായിരുന്നു. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ അധ്യാപകർ കുറച്ചൊരു ലേസി മൈൻഡ്, അതായത് എനിക്ക് തോന്നുന്നു ആ DPEP ഒക്കെ വന്ന സമയത്ത് 90കളിലൊക്കെ അധ്യാപികമാർ ആ പഴയ രീതിയിൽ നിന്ന് മാറാൻ തുടങ്ങി. അതായത് അവർക്കും അറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഇന്നാണ് ആക്ടിവിറ്റി ബേസ്ഡാണ് അന്ന് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴും ബോധ്യമാവുന്നത്. അതിനുശേഷം അധ്യാപികമാരെല്ലാം കുറച്ചൊരു ലേസി മൈൻഡായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. കുറേ എന്താ പറയുക, അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, എല്ലാം പൊഴിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അധ്യാപകർക്ക് ബോധ്യമായത് കഴിഞ്ഞ 10-15 വർഷമായി അധ്യാപകർ ഇങ്ങനെ കട്ടയ്ക്ക് വർക്ക് ചെയ്യാണ്. പക്ഷെ എന്നാലും തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ജോലിയിൽ കയറുന്നവർ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. മീൻസ് നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതും അല്ലാതെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറകിൽ ഉറപ്പായിട്ടും പോകും. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ഈ യൂട്യൂബിലെ വീഡിയോസ് കാണാറുണ്ടോ? ടീച്ചർമാരെ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. വടക്കുള്ള ഒരാളാണ്. കുട്ടികളെ മാഷേ എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? സാറ് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? അതായത് അത് കഴിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ സാറിനെ കണ്ടിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? യെസ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഷീജ അവർ ഫേസ്ബുക്കിൽ എഴുതി. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നി. ഇതെന്താണ്, എന്തൊക്കെയോ ചെയ്യുന്നു, എൻ്റെ കുട്ടികൾ മറ്റതാണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചില കോപ്രായത്തരങ്ങൾ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇതൊക്കെ നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ എപ്പോഴും ചെയ്യുന്നതാണെന്നേ. ഈ കാര്യങ്ങളെല്ലാം എന്തെല്ലാം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള എക്സിബിഷനിസം അത് വളരെ ബോറാണ്. നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങണം. ഈ പറയുന്ന നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട അധ്യാപകരെല്ലാം ഇതുപോലെ കോപ്രായങ്ങൾ കാണിച്ചവരാണോ? അല്ല, കോപ്രായങ്ങൾ കാണിക്കുന്നവരെയൊന്നും നമ്മുടെ മനസ്സിലേക്കൊന്നും കയറത്തില്ല. ഇത് വെറുതെ അദ്ദേഹം സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത് ഫേസ്ബുക്കിൽ തന്നെ ചർച്ചയായി തുടങ്ങി. ദയവായി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മളിടുന്ന റീൽസ് ആണെങ്കിലും റീൽസൊക്കെ ഇട്ടോളൂ, കാലത്തിനനുസരിച്ച് മാറണം. പക്ഷേ അതിലെല്ലാം ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഉണ്ടാകണം, നമ്മുടേതായ ഒരു ഇന്നോവേഷൻ ഉണ്ടാവണം. ഏതെങ്കിലും കണ്ട് അതേപോലെ കണ്ടില്ലേ, കുട്ടിയെ പുറകിൽ നിർത്തിയിട്ട് അധ്യാപികയ്ക്ക് ഈ കുട്ടിയുടെ ശബ്ദം തിരിച്ചറിയാം എന്ന് കാണിച്ചിട്ട് വരിക അടുത്ത ഹിമ ഇങ്ങനെയൊക്കെ കാണിക്കാറില്ലേ? അതൊക്കെ ബോറാണ് സംഭവം. അതൊക്കെ നമ്മൾ അതിനെ എടുത്ത് പുറത്തേക്ക് ഇടുക. അതെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ടീച്ചറിൻ്റെ സമയം ഇതിനു വേണ്ടിയാണ്. ഇത് ഉണ്ടാക്കുക, അത് ഷൂട്ട് ചെയ്യുക. എപ്പോഴാണ് ചെയ്യുന്നത്? ക്ലാസ് ടൈമിലാണ്. 45 മിനിറ്റ്സ് കിട്ടുന്നതിനിടയിലാണ് ഈ സാറ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അത് വൈകുന്നേരം റീലിലാക്കി ഇടുക. എപ്പോഴാണ് പിന്നെ അവർ ചെയ്യുന്നത്? അവരെടുക്കുന്ന ഏതെങ്കിലും കണ്ടന്റ്, അതായത് ഒരു പഠിപ്പിച്ച കാര്യം ഡിഫറൻ്റ്ലി ഏബിളായ പിള്ളേരെ മുഴുവനും എടുക്കുന്ന ക്ലാസ് ഇടാൻ പറ. ഒരു 15 മിനിറ്റ് ക്ലാസ് ഇട്, അയാൾ എങ്ങനെ എടുക്കണമെന്ന് കാണാമല്ലോ. ഈ തട്ടിക്കൂട്ട് പരിപാടിയിലൊന്നും നിങ്ങൾ വിൽക്കില്ല, അതിലൊന്നും കാര്യമില്ല. റീൽസ് ഇടുന്നതിലൊന്നും വലിയ ഇതൊന്നുമല്ല. പക്ഷേ ഇത്തരം ബോറിങ് പരിപാടികൾ ചെയ്യരുത്. അത് ജനം അളക്കും. കാര്യം നമ്മളെക്കാളും അറിവുള്ള ഒരുപാട് ആൾക്കാർ മുകളിലുണ്ട്, അവർ അസസ് ചെയ്യും. അതൊന്നും നമുക്ക് പിന്നെ എന്താ പറയുക, ഈ ലോക്കൽ ചാനലുകാരൊക്കെ സപ്പോർട്ട് ചെയ്യും. അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത്. ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ അധികം അങ്ങോട്ട് പോകരുത്. നമുക്ക് പിന്നെ എപ്പോഴും അതിനെയുള്ളൂ, ഇന്ന് റീലിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയിലേക്ക് പോകും. അങ്ങനെ ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടല്ല ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും പോസ്റ്റ് ഇന്നേ ചെയ്തിട്ടില്ല. പിന്നെ ഈ നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് അടുത്ത വർഷമൊക്കെ നമുക്കൊരു ഓർമ്മ വേണമല്ലോ എന്ന് വെച്ചിട്ട്. അല്ലാതെ ഞാൻ FBയിലൊന്നും ഇപ്പോൾ സജീവമായി നിൽക്കാറില്ല. ചെയ്യാൻ നിന്നാൽ അതിലേപ്പോൾ ഓർമ്മിക്കാനുള്ളത് സോഷ്യൽ മീഡിയ പരമാവധി കുറച്ച് ഉപയോഗിക്കുക. ഈ ദിവസവും നമ്മൾ പഠിക്കുക. ഒരുപാട് നമ്മൾ ചില യൂട്യൂബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ഇന്നോവേറ്റീവായിട്ടുള്ള ക്ലാസ് ആക്ടിവിറ്റീസ് ചെയ്യാം. കുട്ടികളെ എൻഗേജ് ആക്കുന്ന ആക്ടിവിറ്റീസ് അത് ചെയ്യുക.
ക്ലാസ് മുറിക്കകത്ത് പരിമിതമായ ഇടത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്തത്, ഞാൻ ഒരു 15 വർഷക്കാലം ജോലി ചെയ്തത് കല്ലറ കാഞ്ഞിരമ്പാറ എന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു ചെറിയ പള്ളിക്കൂടമാണ്. എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഈ പറയും പോലെ യങ്സ്റ്റേഴ്സായിട്ട് ചെല്ലുന്നു. ഒരു പള്ളിക്കൂടം പണ്ട് പൂട്ടിപ്പോയതാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ ആവേശം നിൽക്കുകയാണ്. TTCക്ക് പഠിച്ച ഒരു ഐഡിയ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം കുറേ സമൂഹത്തെ പുറത്തെടുക്കണം. സത്യത്തിൽ ഇത് ആക്റ്റീവായി നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായി മാറി സമൂഹവുമായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് കുട്ടികളെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റി. ഒരുപാട് വേറിട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇന്നലെ ഞാൻ കള്ളമാണെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ കല്ലറയിൽ നിന്ന് ഒരു ചായക്കടയിൽ നിൽക്കുമ്പോൾ എൻ്റെ കല്ലറ സ്കൂളിലെ അധ്യാപകർ ചായ കുടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിലുള്ള ഒരാളോട് ചായ കുടിക്കാൻ പോകുന്നു. സാറേ 11-ാം തീയതി നമുക്ക് റീയൂണിയൻ വെച്ചേക്കുകയാണ്, സാർ വരില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് ഗാന്ധി ഭവനിൽ ഒരു പ്രോഗ്രാമുണ്ട്, അത് കഴിഞ്ഞ് 3 മണിക്ക് വരും എന്ന് പറഞ്ഞ് ഞാൻ പോകും. അപ്പോൾ കടക്കാരനോട് പറയുകയാണ്, സാർ ഈ സാറൊക്കെയാണ് ആ കാഞ്ഞിരമ്പാറ സ്കൂളാക്കിയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരാളുടെ മനസ്സിൽ നിന്നും നമുക്ക് എന്തുമാത്രം തോന്നിയാലാണ് നമ്മൾ വിളി പറയുന്നത്. പരമാവധി നമ്മൾ പിടിച്ചിരിക്കും. ഏറ്റവും മനസ്സിൽ നിന്ന് ഇങ്ങനെ തുളുമ്പുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെ പറയിക്കാൻ നമുക്ക് കഴിയുക. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു, എന്നാൽ ചായ കുടിച്ചാ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ തള്ളലാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ, സത്യം. അത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ലിമിറ്റ് ചെയ്ത് പറയുന്നത്. എന്നാലും എൻ്റെ ഒരു ജേണി ഞാൻ പറഞ്ഞുതരാം. ആ ഒരു സ്കൂളാണ് എന്നെ ഡെവലപ്പ് ചെയ്തത്. കാരണം ആ സ്കൂളിലുള്ള ഈ പറയും പോലെ ഹോം വിസിറ്റ് ചെയ്യുന്നു, നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു തുക അവിടെ ചിലവഴിക്കുന്നു, നമ്മുടെ എഫർട്ട്. ഞാൻ പാരലൽ കോളേജിലേക്ക് കുറേ കാലം വർക്ക് ചെയ്ത, അപ്പോൾ അവിടെ ചെയ്യുന്ന ജോലിയുടെ ഒരു 10-ലൊന്ന് പോലും നമ്മൾ അധ്യാപകർ സ്കൂളുകളിൽ ചെയ്യാറില്ലായിരുന്നു ഈ അടുത്ത കാലം വരെ. പക്ഷേ ഇപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾ ആ ചെയ്യും പോലെ, പാരലൽ കോളേജിലൊക്കെ ചെയ്യും പോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യുന്ന സ്കൂളുകളിൽ കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടിയല്ല, നിങ്ങൾക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നിങ്ങൾ വെച്ചൊരു ഐഡിയയിലൂടെ നിങ്ങൾ പിള്ളേരെ കൊണ്ടുപോയി. ആ പിള്ളേരെ കൊണ്ടുപോകുന്നതിന് മുമ്പേ കുറേ ചടങ്ങുണ്ട്. ഈ അവിടെയുള്ള താപ്പാനകളായിട്ടുള്ള അധ്യാപകരെയും കൺവിൻസാക്കി അവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോയി സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ സന്തോഷമുണ്ടല്ലോ. രാത്രി കിടക്കുമ്പോൾ അതൊരു വേറൊരു ലെവലാണ്. അന്ന് നമ്മൾ കയ്യിൽ നിന്ന് വണ്ടിക്ക് 4000 കൊടുക്കുന്നോ 3000 കൊടുക്കുന്നുള്ളല്ല. ഞാൻ അവിടെ പ്രൂവ് ചെയ്തു. അടുത്ത വർഷം പറയും, സാർ ടീച്ചറിൻ്റെ പേരെന്താ? സാർ അടുത്ത വർഷം പറയും അക്ഷയെ ഏൽപ്പിച്ച അക്ഷയ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് പണിയുക, നല്ല ജോലി ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. കാര്യം ആ സ്കൂളിൽ ഒരു ഭൗതിക സാഹചര്യം ഇല്ലായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞു ഇതുപോലെ മതിലുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം 500-1000 രൂപ വെച്ച് വിട്ടു. 4 അധ്യാപകരേ ഉള്ളൂ, 4000 രൂപ. അത് വെച്ചിട്ട് കുറച്ച് പെയിൻറ്റ് വാങ്ങി ഞങ്ങൾ തന്നെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ബോറാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു പെയിൻറ്ററെ വിളിച്ച് പെയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഓണത്തിന് അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സമയമായപ്പോൾ ഞങ്ങൾ വെളിയിലിറങ്ങി പിരിക്കാൻ തുടങ്ങി. പിന്നെ സ്കൂളാണ്, ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കണം, ഐഡിയ ചെയ്തതാണ്, വെസ്റ്റേൺ സ്റ്റൈൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും ആക്ടിവിറ്റീസ് ചെയ്തു. എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടി സിനിമ ചെയ്തു. അതിൻ്റെ ലക്ഷ്യം വേറെ എഡ്യൂക്കേഷണൽ പർപ്പസ് ഒന്നുമല്ല, നാട്ടുകാരെ സ്കൂളിലേക്ക് അടുപ്പിക്കുക, സമൂഹത്തെ സ്കൂളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ഈ ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററീസ് ഒക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതിനെ ആൾക്കാരെ അടുപ്പിക്കാൻ പറ്റിയ കാര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ സ്കൂളിലേക്ക് അടുപ്പിച്ചു. നല്ലൊരു സെലിബ്രേഷനൊക്കെ ചെയ്തു. സുരാജ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് എൻ്റെ സുഹൃത്തായിരുന്നു. ആ രീതിയിലാണ് വന്നത്, അല്ലാതെയൊന്നുമല്ല വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നു, അതൊക്കെ റിലീസ് ചെയ്തു. അത് ഭയങ്കര മീഡിയ കവറേജ് ഉണ്ടായി. അപ്പോൾ കിഷോർ സാർ ചെയ്യുന്ന സിനിമയാണ്. സിനിമയ്ക്കൊന്നും വലിയ കണ്ടൻ്റൊന്നുമില്ല, എങ്കിലും നമ്മളെ പാരൻസിനെ മുഴുവനും രക്ഷിതാക്കളെ മാത്രം വെച്ചുകൊണ്ടൊരു സിനിമ ഉണ്ടാക്കി. അപ്പോൾ അത് ആദ്യമായി ആ സ്കൂളിനെ കുറിച്ച് അങ്ങനെ ചിത്രം പൂർത്തിയായി എന്നുള്ളത് ഒരെണ്ണം. പിന്നെ അങ്ങനെ കുട്ടികൾ വിളിച്ചു, അങ്ങനെ കാണാൻ സുരാജ് എത്തി, ക്യാപ്ഷനാണ് പത്രത്തിൽ വന്നൊക്കെ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് രൂപപ്പെട്ടു. ഞാൻ വിചാരിച്ചപ്പോൾ ഒരു ഭരത് അവാർഡ് വാങ്ങിച്ചൊരു വ്യക്തിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. സ്വാഭാവികമായും എനിക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ രൂപപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു അധ്യാപകന് 1980-കളിൽ നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട്, ആ പരിസരത്തുള്ളൊരു അധ്യാപകൻ. അപ്പോൾ അദ്ദേഹത്തിനെ വന്നു കണ്ടപ്പോൾ നാഷണൽ അവാർഡ് വാങ്ങിച്ച ഒരാളെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ആരാധനയാണ്. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ സാറിനൊരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ അന്നത്തെ കാലത്ത് 150 രൂപ വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് അടുത്തൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ തന്നെ കൊടുത്തു. സാർ അതാണ് നമ്മുടെ ഒരു ഇതാണ്. കാര്യം വേറെ ഗിഫ്റ്റ് കൊടുത്താലോ ഉൾപ്പ് കൊടുത്താലല്ല, പുള്ളി അതൊന്നും മരിക്കുന്നവരെ കഴിഞ്ഞ എൻ്റെ അങ്ങേ വർഷമാണ് അത് മരിച്ചത്.
കുറേ കാലം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, പിന്നെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, സാർ ഇത് ഡൽഹിയിലൊക്കെ അറിഞ്ഞാൽ സാറിന് എന്തായാലും ഇത് കിട്ടും. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെയൊന്നുള്ള കപ്പാസിറ്റി ഒന്നും ആയില്ല, അതിന് വേണ്ടിയുള്ള ഒന്നുമില്ല, ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. പക്ഷേ എന്ത് പറയാൻ, ഞാനിത് ഈ അവാർഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അവാർഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ഈ പറയുന്ന പോലെ സമൂഹത്തെ സ്കൂളിലേക്ക് അടുപ്പിക്കുക, സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുക, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് മാറുക, പിന്നെന്താ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് നാഷണൽ ജൂറിയുടെയൊക്കെ ക്രൈറ്റീരിയാസ്. നമ്മൾ എങ്ങനെ ഇൻവോൾവ് ആകുന്നു, സമൂഹമായിട്ട് എങ്ങനെ ഇടപെടുന്നു. ഇപ്പോഴും എനിക്കൊരാഗ്രഹം ഉണ്ടായത് എൻ്റെ സ്കൂൾ മാത്രമാണ് ഡൽഹിയിൽ നിന്ന് വന്ന് ഷൂട്ട് ചെയ്യാൻ വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പാരൻറ്റ് സ്കൂളുണ്ട്, 15 വർഷം വർക്ക് ചെയ്യുകയാണ്, എങ്കിൽ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ അവരുടെ ക്യാമറ ടീം വന്നു, ഈ സ്ഥലത്ത് വന്നു. ഞാൻ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഒരു കൂട്ടം ആൾക്കാർ സ്കൂളിലേക്ക് വന്നിരുന്നു, അവർ സംസാരിച്ചു. ഇതെല്ലാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പ് കാണിക്കുന്നതാണ്. സാധാരണ 1 മിനിറ്റാണുള്ളത്, 1/2 മിനിറ്റ്. ആലോചിച്ച് നോക്കൂ, എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ. ഞാൻ പറയില്ലേ, പണ്ട് ഞാൻ എവിടെയോ പറഞ്ഞു, 4ാം ക്ലാസ്സിൽ 21 മാർക്ക് SS എപ്പോഴും എൻ്റെ പേപ്പറിൻ്റെ ഏതോ ഒരു പഴയ പുസ്തകത്തിന് ഡയറിക്കകത്ത് നിന്ന് കിട്ടിയ 21 മാർക്ക് കിട്ടിയ വ്യക്തിക്ക് എന്നെക്കാളും മിടുക്കരായിട്ടുള്ള എത്രയും അധ്യാപകരുണ്ട്. ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് വാങ്ങാൻ കഴിയുക, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോടൊപ്പം ചായയ്ക്ക് പോയിരിക്കാൻ പറ്റുക, അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ പറ്റുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹോട്ടലിൽ അവരുടെ അക്കോമഡേഷനോട് താമസിക്കാൻ കഴിയുക, ഇപ്പോഴും 10,000 രൂപയുടെ പുസ്തകം എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നു, ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് എന്നെ വിളിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ എന്താണ്, ഒരു കാലത്ത് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത്, ഉറക്കമൊഴിഞ്ഞത്. ഞാനത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നും എഴുതി വിട്ടെന്താണ്, പലരും പറയും അവാർഡിന് വേണ്ടിയാണ് സാർ ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്കതൊരു എന്താ പറയുക, വാശിയായിട്ട് തോന്നുക. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീടും വെറുകടം, വീട്ടുകാരും ഒരു സപ്പോർട്ടീവാണ് കേട്ടോ. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിലും വിവാഹം കഴിക്കുന്നവർ ആണെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് കൊടുക്കുക, ഇവിടെ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്ക് സ്കൂൾ വളരെ ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ ചിലപ്പോൾ 8 മണിക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല എന്നൊക്കെ ആദ്യമേ പറയണം. ഞാൻ ആദ്യമേ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഈ ശാസ്ത്രമേളയൊക്കെ ആകുമ്പോൾ ഞാനൊരു വട്ടുപിടിച്ചൊരവസ്ഥയിലാണ്. ഇന്ന് തന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്ക് വന്ന്, ചേട്ടൻ എന്താ ഇങ്ങനെ ഒരു എന്താ പറയുക, മുഖമൊക്കെ ഇങ്ങനെ കറുത്ത് കിടക്കുന്ന കാര്യം, എനിക്ക് 3-4 ജോലി വരണം, ഇവിടെ വരണം, അതിനോടൊപ്പം തന്നെ സ്കൂളിൽ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമുണ്ട്, പിന്നെ അപ്പീൽ അനുവദിക്കാനുള്ള കാര്യങ്ങൾ, ഒരു 3-4 ടാസ്ക്കായിരുന്നു. പക്ഷേ അതെല്ലാം കവർ ചെയ്ത് ഞാൻ വന്നതെന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പം എനിക്കൊരു കപ്പാസിറ്റി ഉണ്ടാവും. ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. രാവിലെ 2 അവർ ക്ലാസ് എടുത്തു, രാവിലെ 8:30 സ്കൂളിൽ വന്നു. സ്കൂളിൽ വന്നിട്ട് കുട്ടികൾക്കുള്ള ചാർട്ട് എഴുതി, 2 ചാർട്ട് എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തു. പാരൻസിനെ 6 പേരെ പാരൻസ് മീറ്റിംഗ് വിളിച്ചിട്ട് പാരൻസ് മീറ്റിംഗ് കൊടുത്തു. നിങ്ങൾ പഠിപ്പിക്കണം, ഞാൻ ഷൗട്ട് ചെയ്യും, കുഴപ്പമുണ്ടോ ഇല്ല, പോയിരിക്കൂ, എഴുതൂ. അടുത്ത ടീമിനെ വിളിച്ചു, നിങ്ങളെ മക്കളുണ്ട്, 3 ടീമിനെ സെറ്റ് ചെയ്തിട്ട് അടുത്ത 4ാമത്തെ ടീമിനെ പറഞ്ഞ് ഫീൽഡ് ട്രിപ്പ് പോയി വൈകുന്നേരം. അതായത് ഇൻവേഴ്സീവ് വീഡ്സിനെ കുറിച്ചൊരു സാധനം ചെയ്യണം, പുതിയൊരു കണ്ടൻറ്റാണ്, പുതിയൊരു ടോപ്പിക്കാണ്, പരിസര നിരീക്ഷണം. അവരെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന് 1:30 മണിക്ക് വന്നു. ജസ്റ്റ് കഞ്ഞി ഒഴിച്ച് ചോറ് തന്നു. വിളമ്പുന്നതിന് മുമ്പ് തന്നെ ഞാൻ എത്തി, വിളമ്പി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ചോറുണ്ടു. നേരെ അത് കഴിഞ്ഞിട്ട് കാറും എടുത്തുകൊണ്ട് പാലോട് വന്ന് അപ്പീൽ കൊടുക്കാൻ വന്നു. അപ്പീലിന് നടന്നില്ല. തിരിച്ച് വൈകുന്നേരം വന്ന് ചാർട്ട് എഴുതിക്കൊണ്ട് വന്നിരുന്ന പാരൻസിനെ കണ്ടു, സംസാരിച്ചു, അവരോട് ചേർന്നു. ഞാൻ പറയും നാളെയും മറ്റന്നാളും ഞാൻ ഉണ്ടാവും, 2 സ്ഥലത്ത് ജഡ്ജായിട്ട് പോകുന്നു, ശനിയാഴ്ച എനിക്ക് ഇവിടെ പോകണം. അപ്പോൾ പിന്നെ രാത്രികളിൽ മാത്രം നമുക്ക് ഈ യൂട്യൂബ് ഇതിൽ ഗൂഗിൾ മീറ്റ് ചെയ്ത് സംസാരിക്കാം, സൺഡേ മുഴുവനും ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു 1-2 കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അത് അയക്കാൻ പറഞ്ഞു. വീട്ടിൽ വന്നു, ഓടിപ്പിടച്ച് വന്നു, ഈ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഇവിടേക്ക് വന്നു. ഇനിയും പോയിട്ട് എനിക്ക് ഈ പറയുന്ന കുറേ ചാർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ എന്ന് ചോദിക്കും, ആരൊക്കെ എന്നോട് ചോദിച്ചു, സാർ ഇത്രയൊക്കെ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്നറിയോ, നമ്മൾക്കൊരു കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ടാർഗറ്റ് ചെയ്ത് ചെയ്യും. നമുക്ക് മനസ്സിലൊരു വാശി ഉണ്ടാവണം. ഒന്ന് എനിക്ക് തോന്നാൻ കാരണം, എൻ്റെ ഈ ചെറിയ പള്ളിക്കൂടത്തിൽ നിന്നും വലിയ പള്ളിക്കൂടത്തിലേക്ക് എത്തുകയും ആ പള്ളിക്കൂടത്തിൽ എത്തിയപ്പോൾ അധ്യാപകർക്ക് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞ വർഷം. അപ്പോൾ മനുഷ്യരല്ലേ, ചില പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്നൊരു മനുഷ്യന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുക, അവിടെ ഒരു വലിയൊരു ബോർഡ് വയ്ക്കുക, അവിടെ ഒരു ഫംഗ്ഷൻ വയ്ക്കുക, ഇതൊന്നും സ്വീകാര്യമായില്ല പലർക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യക്ഷത്തിൽ ആരും ഒന്നും പറയില്ല കേട്ടോ. ടീച്ചർമാർ നല്ല പണിക്കാരന്മാരാണ്, അവർ മുഖത്തൊന്നും അവർ പറയില്ല, അവർ പെർഫോമൻസിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ വർഷം നോക്കിയപ്പോൾ പെട്ടെന്ന് പത്രത്തിൽ ഇങ്ങനെ അറിഞ്ഞു, സാറേ എനിക്ക് നാഷണൽ അവാർഡുണ്ട്, ഡൽഹിയിൽ നിന്നൊരു ടീം ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്, നമ്മുടെ സ്കൂളും അസംബ്ലിയും കാട്ടണം. പലരുടെയും മുഖം പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതെങ്ങനെ എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ഞാനത് ചെയ്തു. ഓണാഘോഷം പറഞ്ഞിരുന്ന ദിവസം അവിടെ എന്താ പറയുക, അത് മാറ്റി വയ്ക്കേണ്ടി വരും. DPI വിളിച്ച് പറഞ്ഞു, ഡൽഹിയിൽ നിന്നൊരു ടീം വരുന്നുണ്ട്, അവർക്ക് വേണ്ട സൗകര്യം ചെയ്യുക, ഓണാഘോഷം മാറ്റി വയ്ക്കുക. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട്
എന്താ പറയുക, പലർക്കും പ്രത്യക്ഷത്തിൽ പറയില്ലെങ്കിലും മാനസികമായിട്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു ഈ വർഷം കലാമേള എടുക്കണം, ചെയ്യണം. ഉറക്കം ഒഴിഞ്ഞിരുന്ന് ചെയ്തു, കുഴപ്പമില്ലാതെ പോയി. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടിയതിന് അവാർഡിനപ്പുറം വേറൊന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വാശി വേണം. നമുക്ക് നമ്മളെ പണിയാൻ കുറച്ച് പേരും ഉണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഈ നോർമലി ഉള്ള വിജയമേ ഉണ്ടാവൂ. കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാവണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കയറിപ്പോകാൻ പറ്റൂ. അവൻ എനിക്കിട്ടൊരു പണി തരും. ഒരിക്കലും നമ്മൾ ഈ ടീച്ചേഴ്സിനെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല. ടീച്ചർ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞേക്കുകയാണ്, സാറേ 3 ചാർട്ട് ഇത്ര വലിപ്പത്തിൽ ഇങ്ങനെ വേണം. അപ്പോൾ സാറ് പെട്ടെന്ന് പറയും, സാറേ അത് ഇന്നലെ എൻ്റെ കുഞ്ഞമ്മയുടെ കല്യാണമായി പോയി, അത് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ നീ ആലോചിക്കണം, അത് അദ്ദേഹം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനൊരു സ്ലൈഡെങ്കിലും ഉണ്ടാക്കി ഇടണം. ഇങ്ങനത്തെ ഒരു പ്ലാൻ ബി നമ്മളെ കൂടെ വേണം. അത് സക്സസ് ആക്കി കഴിയുമ്പോഴുമാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അതുകൂടി നിങ്ങൾ കരുതുക. എപ്പോഴും നമ്മൾ ആരെങ്കിലും, ഞാൻ പറയുന്നത് നിങ്ങളെ എന്താ പറയുക, മറ്റുള്ളവർ വിശ്വാസം എടുക്കുന്നില്ലെന്നല്ല, അങ്ങനെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ വീട്ടുകാർ ഒരു ഘടകമാണ്. നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മളിതിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ചോദിക്കും, സാറ് ഇങ്ങനെ വന്ന് പറയുന്നു, കുറേ സമയമായി, ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ഒരു വികാരം ഉണ്ടെങ്കിൽ പഠിക്കണം, ടെറ്റ് പാസ്സാവണം, അത് ചെയ്യണം. ഇങ്ങനൊരു തീപ്പൊരി ഇതിനകത്തില്ലെങ്കിൽ ടെറ്റും പാസ്സായി അങ്ങനെ നിന്ന് 38, 39, 41 ഒക്കെ ആയി നിൽക്കാനേ പറ്റത്തുള്ളൂ. ഈ ഒരു വികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ, ഞാൻ പറയില്ല, ഞാൻ വലിയൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ പറയാം, നാഷണൽ അവാർഡ് പോകുന്നതിന് ഒരുപാട് കടമ്പയുണ്ട്. ഈ ജില്ലാതലമുണ്ട്, സ്റ്റേറ്റും ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മുടെ ടീച്ചിങ്ങും നോക്കും, നമ്മുടെ അല്ലാതെയുള്ള പെർഫോമൻസ് നോക്കും, നമ്മുടെ വിജിലൻസ് ക്ലിയറൻസ് നോക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം 56 പേരിൽ നിന്നും 6 പേരായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ നാഷണൽ ജൂറി ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ നാഷണൽ ജൂറി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു അധ്യാപകൻ എല്ലാവരും 21, 22, 23 കാലയളവിലൊക്കെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ വ്യക്തികളാണ്. അപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ എനിക്കറിയാം, ഞാനൊന്നുമില്ല, ഒരു കൊച്ചു പള്ളിക്കൂടത്തിൽ നിന്ന് പോയ ആളിന് എന്ത് കിട്ടാനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ജൂറി നോക്കുന്നത് നമ്മൾ ഒപ്പിപ്പാണോ, തട്ടിക്കൂട്ടാണോ, ജെന്യൂനാണോ, നമ്മുടെ വാക്കുകൾ അവർക്ക് മനസ്സിലാകാൻ പറ്റും. നമുക്ക് ലാംഗ്വേജ് ഒന്നും തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സിൻസിയറായിട്ടുള്ള നമ്മുടെ പ്രസൻറ്റേഷൻ അതാണ് നോക്കുന്നത്. പക്ഷേ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ കൊണ്ടുവന്ന പല ഡോക്യുമെൻറ്റും ക്ലിയറും അല്ലായിരുന്നു. കാര്യം എല്ലാവരും 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് 3 പോയിൻ്റ് ഇല്ല, അടുത്ത വർഷം വീണ്ടും ആ 3 പോയിൻ്റ് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടോ എന്താണെന്നറിയില്ല, 16 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 14 എണ്ണവും ഉണ്ടായിരുന്നു. ഒരെണ്ണം പോലും എനിക്ക് അതിനുവേണ്ടി ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഈ പറഞ്ഞ കണക്ക് 6 പേര് വന്നതിൽ ഒരാളിനെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ മികച്ച 10 അധ്യാപകരിൽ ഒരാളായി കൊണ്ടുപോയി. ഇന്ത്യയിൽ നിന്നും 10 സയൻസ് അധ്യാപകരെ ആദ്യം ഫിക്സ് ചെയ്തു. അതിൽ ലണ്ടനിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് ചിലവിൽ പോയ ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു, കോഴിക്കോടുള്ള സാറ്. അദ്ദേഹം ഇപ്പോഴും NIT നിന്ന് പല കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേപ്പർ പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പുള്ളി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പം ഞാൻ പേടിച്ചിരിക്കുകയാണോ, പുള്ളി വലിയ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. ചിലപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കുഴങ്ങിപ്പോകും. കാര്യം നമ്മൾ ഫുൾ ടൈം നമ്മളെ കൊച്ചു കുട്ടികളുടെ സംസാരിക്കുന്നത് അത് അങ്ങനെ. പക്ഷേ എനിക്കത് ഒരു വിഷയമായി വന്നില്ല. എൻ്റെ പ്രസൻറ്റേഷൻ എന്താ പറയുക, പ്രശ്നമായി വന്നില്ല. എൻ്റെ പ്രസൻറ്റേഷൻ കണ്ട ശേഷം അദ്ദേഹം എന്നോട് വന്ന് ഷേക്ക് ഹാൻഡ് തന്നു. സാർ, നിങ്ങൾ ചെയ്യുന്ന ഗ്രാസ് റൂട്ടിലുള്ള വർക്കാണ്, ഞങ്ങൾ ചെയ്യുന്നത് വേറെ ലെവലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മതി. ഞാനിപ്പോൾ ഡൽഹിയിൽ പോയി അവിടെ നിൽക്കുമ്പോൾ 32 വയസ്സുള്ളൊരു കുട്ടി കിട്ടി നാഷണൽ അവാർഡ്, ടീച്ചർ. 32 വയസ്സ്. ആ കുട്ടി ചെയ്തത് ഒരു ഗ്രാമത്തിൽ സ്കൂളേ ഇല്ല, അവൾ എത്രയോ കിലോമീറ്റർ സ്കൂട്ടറിൽ പോയി അപ്പുറത്തൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ വിഷയമില്ല. ആ കുട്ടിക്ക് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള കുട്ടിയെ 32 വയസ്സാകണ്ടേ ഉള്ളൂ. കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല. അവൾക്കാണ് നാഷണൽ അവാർഡ്. അപ്പോൾ അവൾക്ക് നോക്കൂ, ഇനി എന്തൊരു ഇതാണ് ഉണ്ടാകുന്നത്. ഇത് കിട്ടാൻ 15 വർഷത്തെ സർവീസ് നമുക്ക് അത്യാവശ്യമാണ്. മിനിമം സ്റ്റേറ്റ് അവാർഡിന് 15 വർഷത്തെ സർവീസാണ്. ഈ സർവീസിൽ ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടും. ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊക്കെ പറ്റും, ഒരുപാട് പേർക്ക് പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയും.
അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് എൻ്റെ ഒരു ലൈഫിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ്. ഒരുപാട് പേര് നമ്മളെ ഇകഴ്ത്താൻ പറ്റും. അത് ഒക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. എപ്പോഴും ഞാൻ 2-3 ക്ലാസ് ഇവിടെ വന്നു. അപ്പോൾ എനിക്കിവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്നോ അത് തള്ളലായി മാറുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഒരു കോംപ്ലക്സ് ഉള്ള വ്യക്തിയാണ്. കാര്യം അത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. യഥാർത്ഥത്തിൽ ഈ വിചാരിപ്പ് നല്ല സാധനമല്ല കേട്ടോ. കാര്യം നമുക്ക് പല സ്ഥലത്തും നമുക്ക് അയാളെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം ചെയ്യുന്നു, അത് അങ്ങനെ പാടില്ല കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക, വ്യത്യസ്തമായി ചിന്തിക്കാൻ ശ്രമിക്കുക. ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളുമായി നല്ലൊരു സിങ്ക് ആവുക. ഞാൻ പറഞ്ഞില്ലേ, കാഞ്ഞിരംപാറയിൽ അങ്ങനെ ചെയ്തെങ്കിൽ ഈ പറഞ്ഞ കല്ലറ സ്കൂളിൽ വന്നപ്പോൾ ക്ലാസ് നിറയെ കുട്ടികൾ, 85 ക്ലാസ് മുറി, 2200 കുട്ടികൾ, ആകെ 1 ഏക്കർ പുരയിടം, കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ സ്ഥലമില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? കൊച്ചു പള്ളിക്കൂടത്തിൽ ഓക്കെ, കുഴപ്പമില്ല, ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് 15 വർഷം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. തിരിച്ചു വന്നത് ഒരു തിരക്കുള്ള പള്ളിക്കൂടത്തിൽ ഞാൻ എന്ത് ചെയ്യും? സാധാരണ എല്ലാവരും അണയും. കാരണം എന്താ, 10-16 പൈസ വർഷം ജോലി ചെയ്ത അധ്യാപകരൊക്കെ ഇങ്ങനെ ഒരു ചിന്ത നോക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ അവിടെ വന്നിട്ട് നോക്കിയപ്പോൾ എൻ്റെ ക്ലാസ് മുറിയൊക്കെ വളരെ അഴുക്കായി കിടക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, എൻ്റെ അവിടുത്തെ പോലെ ഈ ക്ലാസ് മുറി ആക്കാൻ പറ്റില്ലേ? ഞാൻ ഇത്രയും പൈസ വാങ്ങുന്നതിന് അത്രയും ജോലി ഞാൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഞാൻ ആശയം അവിടെ പറഞ്ഞു. അപ്പം സാറേ അതൊന്നും നടക്കില്ല, പൈസയൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ ഞാനിത് എന്താ പറയുക, അവിടെയുള്ള അധ്യാപകരോട് പറഞ്ഞു, സാറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യും സാറേ, എനിക്കത് കേട്ടാൽ മതി. ഞാനത് കേട്ടു. ഞാനത് എൻ്റെ ക്ലാസ് PT വിളിച്ചു, പാരൻസിനോട് പറഞ്ഞു. അതിനു മുമ്പേ ഞാൻ ചെയ്തത് കുട്ടികളുടെ വിഷൻ എടുത്തു. മക്കളെ, നമ്മുടെ ക്ലാസ് മുറി എങ്ങനെയാവണം? നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടില്ലേ? മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ കണ്ടിട്ടില്ലേ? ക്ലാസ് മുറിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ? സാറേ എന്തൊക്കെ വേണം? അപ്പോൾ അവർ ക്രയോൺസ് വേണം, സ്കെച്ച് പെൻ വേണം, TV വേണം, നല്ല കളർഫുൾ ബെഞ്ചും ഡെസ്കും വേണം, പെൻസിൽ വേണം, ചോക്ക് വേണം, പ്ലാന്റ് വേണം, ഇൻഡോർ പ്ലാന്റ്സ് വേണം, അക്വേറിയം വേണം. ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ചിലർ പറഞ്ഞു ഭിത്തിയിൽ കൈ പല കളർ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഭിത്തിയിലടിക്കണം. എനിക്ക് പിങ്ക് അടിക്കണം. ഒരാൾ സിയാൻ വേണം. ഇതെല്ലാം എഴുതി അവരെ കൊണ്ട് നമ്മുടെ കളർ പേപ്പർ കൊടുത്തിട്ട് എഴുതി വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഇത് അവർ വിഷൻ പറഞ്ഞ് എഴുതി വെച്ചു. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു പള്ളിക്കൂടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കുറേയധികം പേര് എനിക്കെതിരെ നിൽക്കുന്നുണ്ടെന്നും ഉള്ളൊരു മുൻവിധിയോടെ എല്ലാം ചെയ്തു. പക്ഷെ അത് ശരിയായിരുന്നു പിന്നെ എനിക്ക് ബോധ്യമായി. ചെയ്തു. പാരൻസിനെ വിളിച്ചു, കണ്ടോ നിങ്ങളുടെ മക്കൾ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ 2 ലിറ്റർ പെയിൻറ്റ് ഇതാ, നിങ്ങൾ കുറച്ച് 10 ചാർട്ട് വാങ്ങിച്ചാൽ, കുറച്ച് ക്രയോൺ വാങ്ങിച്ചാൽ സാറേ വാങ്ങിച്ചു തരാം എന്ന് അവരെ കൊണ്ട് ഞാൻ എഗ്രി ചെയ്യിച്ചു. പക്ഷെ എഗ്രി ചെയ്യിച്ചത് പൈസയ്ക്ക് വേണ്ടി പറഞ്ഞു. പക്ഷേ ഞാൻ പൈസയൊന്നും വാങ്ങിയില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്തു. ആദ്യം ചെയ്തത്, എനിക്ക് മൈക്കിൽ സംസാരിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞാലൊന്നും ക്ലിയർ ആവത്തുമില്ല, പകുതി സംസാരിക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ ഇപ്പോഴും പറയും. അല്ല, നിനക്ക് ചാനലിലൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ റേഡിയോ സംസാരിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല, അല്ലാത്തപ്പോൾ നീ ഉഴപ്പില്ലേ പറയുന്നതെന്ന് പറയും കേട്ടോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്കിൽ സംസാരിക്കാൻ അവസരം ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചുങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കണം. എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അപ്പോഴേ കാറെടുക്കൂ, ട്രിവാൻഡ്രത്ത് പോയി ഒരു 9,500 കൊടുത്തപ്പോൾ ഒരു 2 കോർഡ്ലെസ് മൈക്കും ഒരു ആംപ്ലിഫയറും കിട്ടി. എല്ലാ ദിവസവും 12:45 ആകുമ്പോൾ അവിടെ പാട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വരുന്ന റീൽസിലൊക്കെ വരുന്ന പാട്ടാണ് ഞാൻ ഇടുന്നത്. കാര്യം ചില സോഫ്റ്റ് മ്യൂസിക് കുട്ടികളെ മനസ്സിലേക്ക് ടച്ചിങ് ആവും. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അടിപൊളി പാട്ടായി ഇടുന്നത്. പക്ഷെ ഞാനിടുന്നത് അങ്ങനെയുള്ള പാട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനെയുള്ള പാട്ടിട്ടാൽ സാറ് മറ്റുള്ള ക്ലാസ്സുകൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നു. സാറ് അവിടെ ഇപ്പോൾ തൂവാരത്തൊമ്പിയിലേക്ക് പാട്ടിട്ടാൽ ചിലപ്പം അത് കമൻ്റായാലോ. പക്ഷെ എന്നാലും കുട്ടികൾക്ക് അത് പാട്ട് ഇപ്പം അവർ സാറേ ആ പാട്ടൊന്ന് ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പാട്ടുകളുടെ ഇടയിൽ ഞാൻ ചെയ്തത്, വീട്ടിൽ പോയി എഡിറ്റ് ചെയ്തു. APJയുടെ തോട്ട്സുകൾ, ചിന്തകൾ, അവർ പറയുന്ന കമൻസ്, K. ജയകുമാർ സാർ പറഞ്ഞ സാർ ഇത്, അതുപോലെ തന്നെ നമ്മുടെ സഫാരി ചാനലിൻ്റെ ഉടമ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ, ഇതെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കയറ്റിയിട്ട് പ്ലേ ചെയ്തു. കാര്യം എന്താ, അധ്യാപകരെ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരു തോട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരാഴ്ച വിടുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ഒരു കുറേ സാധനങ്ങൾ കിട്ടും. മാത്രമല്ല 1:15 ശേഷം ഡിബേറ്റുകൾ, കുഞ്ഞു ഡിബേറ്റുകൾ സംഘടിപ്പിക്കും. അച്ഛനെയാണോ ഇഷ്ടം, അമ്മയാണോ ഇഷ്ടം? പറയൂ, 2 വാക്ക് പറയൂ. പറയൂ.
മനസ്സും ഒരുപോലെയാണ്. അതായത് നമുക്കിപ്പോ അച്ഛൻ അമ്മ എന്ന് പറയുമ്പോ രണ്ടുപേരും നമുക്ക് ചെയ്യുന്ന ഒരേ കാര്യമല്ല. അതായത് അമ്മയുടെ സ്നേഹമല്ല അച്ഛൻ്റെ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ സ്നേഹവും ഒരുപോലെ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് അച്ഛനാണോ അമ്മയാണോ കൂടുതൽ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സംസാരിച്ചില്ലേ, ഇത്രയും സംസാരിച്ചില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് മാത്രമാണ് ഇത് കൊടുത്തിട്ട്. അപ്പോൾ കുറച്ച് ആലോചിക്കാൻ നിങ്ങൾക്ക് സമയം. അച്ഛനെ ഇഷ്ടമുള്ളവർ അവിടെ നിൽക്കുക, അമ്മയെ ഇഷ്ടമുള്ളവർ ഇപ്പുറത്ത് നിൽക്കുക. അപ്പോൾ കുറച്ചുപേർ അപ്പുറത്തോട്ട് പോയി, കുറച്ചുപേർ ഇപ്പുറത്തോട്ട് പോയി. ചുമ്മാ സംസാരിക്കുക, മൈക്ക് സംസാരിക്കുക. എനിക്ക് അമ്മ ആകുമ്പോൾ അച്ഛൻ അല്ല അമ്മ ഒന്നും വാങ്ങിച്ചും തരത്തില്ല, പക്ഷെ അച്ഛനാണെങ്കിൽ എല്ലാം വാങ്ങിത്തരും. എന്നിട്ട് അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യും അച്ഛനും അമ്മയും ചേർന്ന് കാണാൻ കൂടുമ്പോൾ. ഇത്തരത്തിൽ പിന്നെ ജീവിക ഘടകങ്ങളാണോ അജീവിക ഘടകങ്ങളാണോ ഉപകാരം മനുഷ്യന് പാഠത്തിലുള്ളതാണ്. ഇത്തരത്തിൽ കൊടുക്കുന്ന ഗുണം എന്തറിയാം? ഈ ഒന്നുമില്ലെങ്കിലും മൈക്കിൻ്റെ സ്വീകരണമാകുന്നു, സംസാരിക്കുന്നു, ആശയ പ്രകടനം, ആശയങ്ങൾ. നിങ്ങൾ പറഞ്ഞില്ലേ നമുക്ക് എന്ത് പറയാനുള്ള അവസരം ഉണ്ടെന്ന് പറയില്ലേ ആരൊക്കെ ടീച്ചർമാർ? അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്തു. ക്ലാസ് മുറിയിൽ പ്ലാന്റുകൾ അവർ തന്നെ നമ്മൾ കൊണ്ടുവന്ന് പ്ലാന്റുകൾ നടുന്നു, അവർ തന്നെ വെള്ളമടിക്കുന്നു. ഈ പറയുന്ന അക്വേറിയത്തിൽ ഫിഷിന് അവർ തന്നെ ഫീഡ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന ദ ഗ്രോയിങ് ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുകൊണ്ട് ഒരു വർഷം നീണ്ടുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന സംഭവം. അത് ഞാൻ തന്നെ അത് പെയിൻറ്റ് ചെയ്തു, പലരും കുട്ടികൾ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രൈ അല്ല, കുറേ കൂടെ സംഭവമായിട്ട് ചെയ്തു. ഇന്നിപ്പം ഒരു ടീം വന്ന് ആ ക്ലാസ് മുറി ഷൂട്ട് ചെയ്തു. ഭംഗി മാത്രമല്ല, ഭംഗിയുള്ളൊരിടത്തിൽ ഇരിക്കുകയും ക്ലാസ് മുറിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. പല സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും മുൻപ് ജയിച്ചു പോയ പിള്ളേരുടെ ഫോട്ടോ അടങ്ങിയ ഫ്ലക്സിൻ്റെ കഷ്ടമായിരിക്കും മേശപ്പുറത്തിട്ടേക്കണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു 150 രൂപ മുടക്കിയാൽ എൻ്റെ സ്വന്തം ക്ലാസ് മുറി, അവിടെ അത് മേശയുടെ പുറത്തൊരു പ്ലാന്റ് കൊണ്ടുവച്ചാൽ അത് എൻ്റെ കിഷോർ സാറിൻ്റെ ക്ലാസ്. അവിടെ ചില ഐഡൻറ്റിറ്റി ഉണ്ടാവുകയാണ്. എൻ്റെ ക്ലാസ് അവിടെ 85 ക്ലാസ് മുറിയിൽ എൻ്റെ ക്ലാസ് മുറി കയറി അറിയാം ഞാൻ ഒരു ഫണ്ടും വാങ്ങിക്കാതെ കുട്ടികളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നു. ഞാൻ ആദ്യത്തെ 2-3 ദിവസം ഞാൻ തൂത്തു. അടുത്ത ഉച്ചയ്ക്ക് പോയിട്ടുന്ന കുട്ടികൾ തന്നെ തൂത്ത് വയ്ക്കുകയാണ്. ചെരുപ്പ് വരിയായി ഇടിക്കും. കാര്യം അതിനൊന്നും കാര്യമില്ലെന്നല്ല, കാര്യമുണ്ട്. പുറത്ത് പോയിട്ട് വരുമ്പോൾ ചെരുപ്പ് വിടണം, അപ്പോൾ അടുക്കി വെക്കണം, ഡിസോർഡറാക്കി ഇടാൻ പാടില്ല. ബെഞ്ചും ഡെസ്കും പല അധ്യാപകരും ഇങ്ങനെ കിടന്നാൽ അവിടെ വെച്ച് പഠിപ്പിക്കും, വേസ്റ്റ് കിടന്നാൽ അവിടെ വെച്ച് പഠിപ്പിക്കും. അതെല്ലാം ഓർഡറാക്കി ഇടുക. ഇതൊക്കെ നമ്മളെ ചില ചിട്ടകൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നമ്മൾ ഇപ്പോഴും പഠിപ്പിച്ചില്ലെങ്കിൽ എപ്പോഴാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് വിട്ടുപോകാൻ പല കുട്ടികളും താല്പര്യം. പക്ഷെ എന്നാൽ ഞാൻ നന്നായിട്ട് ഷൗട്ട് ചെയ്യും, ഞാൻ അടിക്കാനൊക്കെ ചെയ്യും. അടിച്ചിട്ടൊന്നുമില്ല അത്, പക്ഷെ കുട്ടികൾ പരാതിയൊന്നുമില്ല. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പോകാനും ഇഷ്ടമല്ല. അങ്ങനെ ആകണമെന്നത് നല്ലതായിരിക്കും. പക്ഷേ എൻ്റെ ദേഷ്യം എനിക്ക് ഉറക്കണം. അത് ഇത്തിരി ഓവറാണ്. പലപ്പോഴും ഞാൻ ഭയങ്കര ആ സക്സസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ വളരെ കീനായിട്ട് ചിന്തിക്കും. പക്ഷെ അവൻ ചെയ്യാതിരുന്നാൽ നാളെ അവിടെ ഫാൾട്ടാവും. നമ്മൾ ഈ എന്താ പറയുക സക്സസ് എത്തുന്നതിന് മുമ്പ് സക്സസ് ആയിട്ട് സാറിൻ്റെ പരിപാടി വിജയിച്ചു, പത്രത്തിൽ വന്നു എന്ന് പറയുമ്പോൾ അവിടെ പോയി ചിന്തിച്ചു തുടങ്ങും. പുറകോട്ട് പത്രത്തിൽ വരുന്നു, അതിനു മുമ്പ് എന്താവണം? വിജയിക്കണമെങ്കിൽ പുറകേക്ക്, അടുത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ പുറകിലേക്ക് ചിന്തിക്കുക. അല്ല എങ്കിൽ മാത്രമേ ലക്ഷ്യം നമ്മളെ വിജയമാണ്. ആ രീതിയിലേക്ക് ചിന്തിച്ച് ബാക്കിലോട്ട് ചിന്തിക്കുക. അതിന് 2-3 നമ്മളൊരു സ്ഥലത്ത് ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പ്രത്യേകം എഴുതി വയ്ക്കുക. പോസിറ്റീവാണ് കൂടുതലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ആ നെഗറ്റീവിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള പുതിയ ഐഡിയ കൂടി നമ്മൾ വെക്കുക. ഇത് 2-3 പ്രാവശ്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ വേറെ ആരും ഡിഫെൻഡ് ചെയ്യില്ല. നമ്മൾ ഈ നെഗറ്റീവ് നോക്കാതെ പോയാൽ വേറൊരു അധ്യാപിക പറയുന്നു ഇത് നെഗറ്റീവ് ഇല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. സോ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കി തന്നെ നമ്മൾ നിൽക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ലൈഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഹാർഡ് വർക്ക് ചെയ്തു, കുറേ ഉറക്കം ഒഴിഞ്ഞു, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കും. ഒരു പ്രശ്നം, നിങ്ങൾ ജോലിയൊക്കെ കിട്ടുമ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വേറെ ചോദിക്കാൻ മടി വരും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ചോദിച്ച് ഒരു കാര്യം നിൻ്റെ ഇത് പറഞ്ഞു കിട്ടി എനിക്ക് അത്രയും കിട്ടിയില്ല, ഞാൻ അപ്പോഴും നോട്ട് ചെയ്യും, ഡയറി നോട്ട് ചെയ്യും. ഞാൻ ഇവിടെ വന്നു എന്തെങ്കിലും വ്യത്യസ്തമായ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും മനസ്സിലിട്ടേക്കും, അത് എവിടെയെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാൻ ഏതൊക്കെയോ സിനിമകൾ കണ്ടതാണ്. എൻ്റെ ക്ലാസ് മുറിയിൽ കുറച്ച് കർട്ടൻസ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, അത് ഞാൻ എവിടെയോ കണ്ടതാണ്. ഞാൻ ലുലു പോയപ്പോൾ കണ്ട് കർട്ടൻ തൂക്കിയിട്ടേക്കും, ഇത് കൊള്ളാലോ നല്ല. അതപ്പോൾ എൻ്റെ ക്ലാസ് മുറി എന്ത് ചെയ്യാം? അപ്പോൾ വെറുതെ ഇട്ടാൽ പറയും സാറെന്തിനാണ് വെറുതെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ തൂക്കിയിട്ടിട്ട് അവിടെ ഓരോ ആൾക്കാരെ എഴുത്തുകാരുടെ
ചിത്രങ്ങൾ, അതിലെ കുറിപ്പുകൾ വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് മാറ്റാം. ഇങ്ങനെയുള്ള ഇന്നൊവേറ്റീവ് അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയാലേ ഇന്നൊവേഷൻ ഉണ്ടാവും. മാറി ചിന്തിക്കണം, കോപ്പി പേസ്റ്റ് ആവാൻ പാടില്ല. അതിൽ നമ്മുടേതായ ഒരു സംഭവം കൂടെ ഇട്ട് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാനിത് എവിടെ എന്തൊക്കെയോ ഈ പറയും പോലെ ഏതൊരു അധ്യാപകൻ പഠിപ്പിച്ച് എവിടെയോ എത്തിയെന്ന് പറയും പോലെ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ അത് കുട്ടികളുമായിട്ട് ഇടപെടണം, അവരെ മനസ്സറിയണം, അവർക്ക് എന്ത് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം, നമ്മൾ ഒരുമിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് ഒരു അധ്യാപകൻ്റെ ജോലി. സോഷ്യലി സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ പെരുമാറണം എന്നുള്ളതാണ്. പാവങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ അവർ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മൾ നോക്കിയേ, ഗാസയിൽ ഒക്കെ ഇടുന്ന ബോംബിടുന്ന എന്താ പറയുക രാഷ്ട്രീയ നേതാക്കന്മാരെയും അധ്യാപകർ പഠിപ്പിച്ചവരാണ് അല്ലേ? ആ അധ്യാപകൻ അന്ന് നല്ല വാല്യൂസ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കില്ല, എത്രയും കുഞ്ഞുങ്ങൾ മരിക്കുകയല്ലേ. ഗാസ മാത്രമല്ല, വേറെയും എവിടെയെല്ലാം സംഭവിക്കുന്നു അല്ലേ? ഉക്രൈനിലൊക്കെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വാല്യൂ കൊടുക്കുക, നല്ല വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ കുട്ടിയുടെ മനസ്സിലേക്ക് പോകാൻ പറ്റൂ. അല്ല നമ്മൾ കണ്ടന്റ് ഒരുപാട് പഠിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. കണ്ടന്റ് നമ്മൾ ഇപ്പം ആവശ്യമെങ്കിൽ അവൻ എവിടെ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടെത്തിക്കോളും. നമ്മൾ അവനെ ഗൈഡ് ചെയ്യുക, ആസ് എ മെൻറ്ററായിട്ട് നമ്മൾ നിൽക്കാൻ നോക്കുക. മെൻറ്റർ എന്ന് പറഞ്ഞാൽ അവനെ മനസ്സിലാക്കുക. കുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ വീട് വിസിറ്റ് ചെയ്യണം. വീട് വിസിറ്റ് ചെയ്യുമ്പോൾ ഗുണം ആ പാരൻറ്റിനെയും ആ തൊട്ടടുത്തുള്ള സമൂഹം അടക്കം മറ്റേ പുതിയ രേഷ്മ ടീച്ചർ സ്കൂൾ ടീച്ചറിൻ്റെ വീട് എവിടെ, അപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ ഒരുപാട് ദേഷ്യപ്പെടാൻ കഴിയില്ല. എൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഞാൻ നോട്ട് ചെയ്യപ്പെട്ട ആളാണ്, അത് എനിക്ക് വേറൊന്നും ഡൈവേർട്ട് ചെയ്ത് പോകാൻ കഴിയില്ല. ഇതൊന്നുമില്ലാതെ എത്രയോ ടീച്ചർമാരിപ്പോൾ വരുന്നുണ്ട്. ഞാൻ പറയും, ടീച്ചറെ ഇത് മോശമല്ലേ എപ്പോഴും ഇത് ലിപ്പിലൊക്കെ ഇത് തേച്ചിട്ട് വരുന്നത്. കാര്യം ഇത് കുട്ടികൾ ഏറ്റവും കുറഞ്ഞാൽ 2 കാഡ്മി പോലെ തേച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പരമാവധി കുറയ്ക്കുക. നല്ല ഡ്രസ്സിങ്. അപ്പം നിങ്ങൾക്ക് പലരും അള്ളെല്ലാം വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് വിടാം. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടാകണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്യൂട്ടബിളായ ഡ്രസ്സ്. നിങ്ങൾക്ക് എന്ത് പറയും, എൻ്റെ ഇഷ്ടം, എൻ്റെ അവകാശം എന്തൊക്കെ കൊണ്ട് പറയില്ലേ മായി പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു അധ്യാപികയാവണമെങ്കിൽ ആ ടീച്ചർ കൊള്ളാം, കുട്ടികൾ ഇന്ന് ഏറിയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ചുരിദാർ തന്നെ ധരിക്കാം. പക്ഷേ നമ്മൾ ഇത്രയുള്ള ആൾ മതി. എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇത്രയല്ലേ ഉള്ളൂ, 10ാം ക്ലാസ് പിള്ളേർ ഇടാം. അപ്പോൾ അവളെ ചൂണ്ടുകളിൽ നിർത്തും. അങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടോ? നാണം കുണിയാവാൻ പാടില്ല, പവർഫുള്ളായിട്ട്. എൻ്റെ ഒരു ബന്ധുവുണ്ട്, ധന്യ എന്നാണ് പേര്, കെമിസ്ട്രിക്കാരിയാണ്. പുള്ളിക്കാരി ഗൾഫിൽ വലിയ തടിയും പയ്യന്മാരാണ്. അപ്പം ചേട്ടാ അവന്മാർ ക്ലാസ് ഇരുന്ന് കാണുന്നതൊക്കെ തന്നെ ടാപ്പ് കൊണ്ടുവന്ന് കാണുന്നതന്നെ വൃത്തിയായിട്ടാണ്. ഞാൻ അവന്മാരെ ഇടാം പറഞ്ഞ് കാണിച്ച് വിരട്ടി വിടും. പക്ഷേ അവൾ പഠിപ്പിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ വെക്കേഷൻ വന്നപ്പം ഒരു 7-8 അറബി പയ്യന്മാരെല്ലാം കൂടെ അവളുടെ വീട്ടിൽ വന്ന് ഇവരെ കൂടെ വരാൻ വേണ്ടി. നമ്മളൊരാൾ ഷൗട്ട് ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ പർപ്പസ്ഫുൾ ആവാമല്ലോ, ഒരിക്കലും മനസ്സിൽ വെക്കാൻ പാടില്ല. അതെന്താണ് ചെയ്തതെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മളെ വെറും പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യാനുള്ള ജോലിയല്ല ഇത്. അത് അങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജെൻസൊക്കെ കുറവാണ് കേട്ടോ. പ്രത്യേകം ഓർമ്മിക്കാനുള്ള ജെൻസായിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് സാധ്യതയില്ല. ഇനിയുള്ള സ്കൂളിൽ മൊത്തവും ലേഡീസാണ്. അപ്പോൾ ഒരാൾ മതി, നല്ല ഗജരാജനെ പോലെ നിങ്ങൾക്ക് വാഴാൻ പറ്റും, നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് കണ്ടന്റ് അറിയണം. നമ്മൾ എങ്ങനെയാണ് സ്കൂൾ മാനേജ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് കുറേ ധാരണ ഉണ്ടാവണം. അതിന് നിങ്ങളൊക്കെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവുക. ഇത് കഴിയുമ്പോൾ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാവുക. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഞാൻ പറയില്ലേ, ഞാൻ ഇപ്പോഴും എനിക്കൊരു പോസ്റ്റ് വന്നു പാലക്കാട് നിന്ന്. ഞാൻ പറഞ്ഞു പരിസരം നിരീക്ഷിച്ച പുതിയ കണ്ടന്റാണ്, എങ്ങനെ നമുക്ക് ചെയ്യാം. അവിടെ ചെയ്ത വർക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയത് ഇത്രയും വർഷമായിട്ടും നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത്. ഒരു സംശയം ചോദിക്കും, ഇതെങ്ങനെ ചെയ്യാം അത് അങ്ങനെയല്ല എന്നുള്ള വെറൈറ്റി കാണണ്ടേ. ഇതിലൊരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് വെറൈറ്റിക്ക് വേണ്ടി വെറൈറ്റി ആവരുത്. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിച്ചാൽ മാത്രമേ മികച്ച അധ്യാപകനായി മാറാൻ കഴിയൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെയൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇത്രയും മിടുക്കരായിട്ടുള്ള കുട്ടികളെ ഞാൻ വന്ന് ക്ലാസ് എടുത്തിട്ട് തിയറിയും കാര്യവും പറഞ്ഞിട്ട് എൻ്റെ ലൈഫ് വെച്ചിട്ടുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ വന്നിട്ട് ഗുമ്മായിട്ടൊന്ന് മോട്ടിവേഷൻ അടിച്ചിട്ട് ആരും മോട്ടിവേറ്റ് ആവില്ല. മോട്ടിവേഷൻ നമ്മുടെ ലൈഫിൽ നിന്ന് ഉണ്ടാവേണ്ട കാര്യമാണ്. പണ്ടൊന്നും ഞാൻ പഠിക്കുമ്പോൾ ഞാൻ മോട്ടിവേഷൻ കേട്ടില്ല. ഈ കാലത്തൊക്കെയാണ് മോട്ടിവേറ്റർ. എനിക്കറിയാത്ത എത്രയോ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ ഇൻസേർട്ടൊക്കെ ചെയ്ത് മോട്ടിവേറ്റർ ആയിരുന്നു. എങ്ങനെയാണ് മോട്ടിവേറ്റർ ആവണം? അയാളുടെ ലൈഫ് കൊണ്ട് അയാൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യണം. അങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രമേ മോട്ടിവേഷൻ ആവും. നമ്മൾ എന്താ പറയുക, സന്തോഷ് ജോർജ് കുളങ്ങരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അയാൾ പറയുന്നൊക്കെ അങ്ങനെയല്ല വാക്കുകളിൽ. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങൾ കാണുന്ന ചാനൽ സഫാരി ചാനലാണ് കാണണം. 1 മണിക്കൂറിൽ കണ്ടാൽ നിങ്ങൾക്ക് പോലെ അതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യുക. ഞാനൊരു കാര്യം ചെയ്തു, എന്താ പറയുക, നമ്മൾ ചിന്തകൾ മാറുന്ന എങ്ങനെയാണ്. ഞാനിപ്പോൾ കൊറോണ സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് തേൻനെല്ലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. എൻ്റെ കാഴ്ചപ്പാട് ഇതായിരുന്നു, നമുക്കെല്ലാം മൊബൈലിൽ ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട്. ഈ കണ്ടന്റുകളൊന്നും മൊബൈലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിറയുമ്പോൾ നമ്മളെടുത്ത് കളയും. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ മാർഗം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ ഓരോ അധ്യാപകർക്കും ഓരോ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കണ്ടന്റ് അതിൽ ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഭാഗമായി ഞാൻ സുരാജിനോട് പറഞ്ഞു, അവനെ കൊണ്ടൊരു ആഡ് ചെയ്യിച്ചു. കുറച്ച് പൈസ ചിലവാക്കി, ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ആഡ് ഇട്ടപ്പോൾ ഒരു 100-150 അധ്യാപകർ എന്നെ വിളിച്ചുകൊല്ലാൻ പറഞ്ഞു, സാറേ ഞാൻ ഇടുക്കിയിലുള്ളതാണ്, എനിക്ക് യൂട്യൂബ് ചാനൽ ഇത്രയുണ്ട് സാർ, ഞാൻ അതിലേക്ക് ഇട്ടാൽ എനിക്ക് എന്താണ് വരുമാനം? അധ്യാപകനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനൊരു വിഷനാണ്, എല്ലാ അധ്യാപകരെയും നമ്മൾ ചിന്നി നിന്നാൽ പറ്റില്ല. ചിലപ്പം ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നല്ലൊരു പാട്ട് പാടുന്നു, ഭയങ്കര മോട്ടിവേഷനാണ്. ആ പാട്ടിട്ടാൽ ടീച്ചറിൻ്റെ ചിത്രവും വെച്ച് ഇന്ന സ്കൂളും വെച്ചിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്താൽ ടീച്ചറിന് ഒരു മോട്ടിവേഷനാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് ടീച്ചർ കൊടുക്കുന്നു. ഇതേപോലെ ഒരു അധ്യാപകൻ ഒരു വർക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ അധ്യാപികമാരെല്ലാം പറയുന്നത്, സാറേ എന്നെ കൂടെ ആ ഗ്രൂപ്പിൽ ചേർത്തോ, നീ ജോലി ചെയ്യാനൊന്നും വയ്യ. ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ഇതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജോലി ചെയ്യും. രാവിലെ 10 മണിക്ക് വരുന്നു, പുസ്തകം എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കഞ്ഞി കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇന്നൊവേഷനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ പഠിക്കുന്നില്ല. ചുറ്റും കാണാൻ പറ്റുന്നത് അന്യഗ്രഹ ജീവികളെ പോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. കണ്ടില്ലേ? അധ്യാപകന്മാർ നടക്കുകയും പോകുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോകുന്ന ഇത്രയും അധ്യാപകരില്ലേ? സ്കൂൾ ഇറങ്ങിയിട്ട് മിണ്ടാതെ അങ്ങ് പോകുന്നു. അവർ വേറെ 56 കഴിഞ്ഞാലും ഇതിൻ്റെ അറ്റം അവർക്ക് എഴുതി കൊടുക്കുന്ന ലെവലിൽ പോകുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ പാരലൽ കോളേജ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അസസ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഇവന്മാരെല്ലാം ഇങ്ങനെ നടക്കുന്നതും പോകുന്നതും വേറൊരു ലെവലിൽ പോകുന്നു. ഞാൻ അന്ന് വിചാരിച്ചു ഇത് ഭയങ്കര ബോറൻ കേസാണ്. അന്ന് വിചാരിച്ചു ജോലി കിട്ടിയാൽ ഒരിക്കലും അങ്ങനെ പാടില്ല. ഞാൻ 4 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നു. എൻ്റെ കൂടെ പഠിച്ച് ജോലി കിട്ടാത്ത ഒത്തിരി പേരൊക്കെ ഓട്ടോയ്ക്കുണ്ട്. എന്താണ് വിഷയം? ഓട്ടോയിൽ പോയിരിക്കുന്നു, സംസാരിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്കിൻ്റെ ഒരു ബന്ധമുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവരെ വിളിച്ച് അപ്പോഴും നമുക്ക് വരും. ഇങ്ങനെ വേണം. അല്ലാതെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൂടെ പഠിച്ചവരെ തിരിച്ചറിയാതിരിക്കുക, അല്ലെങ്കിൽ മോശം ആൾക്കാർ, അതൊന്നും ഒരു അധ്യാപനം പറ്റുന്ന സാധനമല്ല. നല്ലതെന്ന് അംഗീകരിക്കാൻ നിങ്ങൾ പഠിക്കൂ, കൈയടിക്കാനുള്ളതിനെ കൈയടിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. സത്യം. അങ്ങനെ അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വന്ന കാര്യമാണ്. നിങ്ങളൊക്കെ മറക്കരുത് ആ കാര്യങ്ങൾ. മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് മികച്ച അധ്യാപകരായിട്ട് മാറാം. എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ പറയാം. ഉണ്ണാനുള്ള സമയമായല്ലേ? ഓക്കെ. ആ ക്യാമ്പ് ഫെയർ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തെങ്കിലും ബോറായ ഞാൻ ഈ പറയില്ല, അങ്ങനെ ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല ഞാൻ വന്നത്. ടീച്ചറിനും പറഞ്ഞു, ടീച്ചർ ഞാനങ്ങനെ ക്ലാസ് എടുപ്പ് വീരനൊന്നുമല്ല. നമ്മൾ പറയുന്ന ക്ലാസ് എടുപ്പ് വീരന്മാർ, മോട്ടിവേറ്റർ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് തോന്നാതെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് തോന്നണം, എനിക്കിത് ചെയ്യണം, സക്സസ് ആക്കണം. ഈ ഒരു ചിന്ത ഉണ്ടാകണമെങ്കിൽ, ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്ത സ്വന്തമായി ഉണ്ടായി വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. സോ എൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ അന്ന് ആരുമില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഒരു നാഷണൽ അവാർഡ് എന്നെ പരിഗണിക്കേണ്ട, ഒരു അവാർഡ് തരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ക്രൈറ്റീരിയ ഉണ്ടാവും, അതിന് നല്ലൊരു ജൂറി ഉണ്ടാവും. അതുണ്ടായ സ്ഥിതിക്ക് എൻ്റെ ഫിസിക്കലി ഉള്ള അപ്പിയറൻസ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇതിലെന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടാവും, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ കയറി വാങ്ങിയ അതേ വേദിയിലാണ് അതിനുശേഷം പിന്നെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അവാർഡ് കൊടുത്ത നെക്സ്റ്റ് അവാർഡ് ദാദാ ഫാൽക്കെ അവാർഡാണ്. വിജ്ഞാൻ ഭവനിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. തലേ ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് ഒരു റിഹേഴ്സലുണ്ട്. അത് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഓഡിയൻസിന് ഒന്ന് ഇങ്ങനെ വിഷ് ചെയ്യണം, അല്ലെങ്കിൽ പ്രസിഡന്റ് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷ് ചെയ്യണം, തൊട്ടടുത്തേക്ക് വരിക, വന്നിട്ട് അവർ ഇത്ര അകലം കീപ്പ് ചെയ്യണം, അവരെ തൊഴുകണം, ഇത് വാങ്ങണം. അപ്പോൾ അവർ തരുന്നത് ഇതിൻ്റെ മുകളിൽ പിടിച്ചായിരിക്കും, ഇങ്ങനെ പിടിച്ചാൽ തരുന്നത്. അപ്പോൾ നമ്മൾ അകത്താ പിടിക്കേണ്ടത്. അവർ നോക്കണം, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, മോഹൻലാൽ വന്നത് അങ്ങനെയല്ലേ? ആദ്യം ഒന്ന് തൊഴുതു, പിന്നെ വന്നു, അവിടെ വന്നു വാങ്ങി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തില്ലേ? ഇത് തന്നെയാണ് എല്ലാ നാഷണൽ അവാർഡുകൾക്കും കൊടുക്കുന്നത്. ഇതേ വേദിയാണ് കൊടുക്കുന്നത്. എനിക്കിത് ആദ്യം കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ഇതൊരു സ്റ്റേജ്, എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാനിങ്ങ് വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ദാദാ ഫാൽക്കെ അവാർഡ് കൊടുക്കുമ്പോഴാണ് ചേട്ടാ ഞാനും പോയത് ഇതേ സ്ഥലത്താണല്ലോ അന്ന്. അപ്പോൾ കുറച്ചുകൂടി ഫോട്ടോ എടുക്കാനുള്ളായിരുന്നു എന്നൊക്കെ തോന്നിയത്. കാര്യം നമ്മളും അവിടെ ഒരു കാര്യം നാഷണൽ എംബ്ലത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ
മാഡം മിണ്ടത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചാൽ നിൽക്കുന്നത് വാങ്ങുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഞാൻ അപ്പോൾ അവരെ വായിന്ന് ഇങ്ങനെ വീഴിയാണ് പിന്നെ നമ്മുടെ പ്രസിഡന്റ്, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയണമെന്നൊന്നുമില്ല, അങ്ങ് പോയി. കാര്യം അതൊരു ആലോചിച്ച് നോക്കൂ, എന്നെപ്പോലെ നമ്മളെപ്പോലെ ഒരു സാധാരണ വീട്ടിൽ സാധാരണ ജനിച്ച ഒരു സാധാ പള്ളിക്കൂടത്തില സാധാ സാറായ എനിക്ക് മോദിയൊക്കെ നമ്മളെത്രയോ ഭീകരന്മാരെന്ന് വിചാരിച്ചിരുന്നില്ലേ. പക്ഷേ ഞങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പുള്ളി സംസാരിക്കുന്നു, ചിരിക്കുന്നു, അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഓവർലാപ്പിങ് സംസാരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം ഫ്രണ്ട്ലിയാണ്. അദ്ദേഹം എന്തെങ്കിലും ഡിസൈൻ ചെയ്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കെല്ലാം സംസാരിക്കാനുള്ള അവസരം വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ പറ്റി, ചായ കുടിക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അങ്ങനെ പറ്റിയില്ലേ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ നിന്ന് നമുക്കൊരു അവാർഡ് വാങ്ങാൻ പറ്റില്ലേ? നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടില്ല അമിതാഭ് ബച്ചനും അവരെല്ലാം പോയി വാങ്ങുന്നതിനപ്പുറം നമുക്ക് എത്താൻ പറ്റില്ലേ? നമ്മുടെ ഇത് 50,000 രൂപയുള്ളൂ കേട്ടോ. 50,000 രൂപ വന്നു, ബാക്കി ടി വി ഒന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ നമുക്കൊരു 10,000 രൂപയുടെ പുസ്തകം വന്നിട്ടുണ്ട്. അപ്പോൾ 15-ാം തീയതി ഫില്ല് ചെയ്ത് കൊടുക്കണം. അയക്കുമ്പോൾ നമുക്ക് പുസ്തകങ്ങൾ തരും. പിന്നെ എവിടെ പോയാലും നമുക്ക് നല്ല ലെതർ ബാഗ് തരുന്നുണ്ട്. അതിൽ നാഷണൽ അവാർഡി ടീച്ചർ കിഷോർ കുമാർ MS എന്ന്. പിന്നെ നമുക്കൊരു വെള്ളി മെഡൽ തരും. അതിൽ എന്താ പറയുക, നമ്മുടെ നാഷണൽ എംബ്ലം ഉണ്ടല്ലോ, എന്നിട്ട് അടിയിൽ നാഷണൽ അവാർഡി ടീച്ചർ. റെയിൽവേയിലൊക്കെ 50% നമുക്ക് ഓഫറുണ്ട് ഈ ഇതിലൊക്കെ. അപ്പോൾ അത് ഈ ജോലിക്ക് കയറി ചിട്ടിയും കെട്ടി വലിയ വീടും വെച്ച് നല്ലൊരു കാറൊക്കെ വാങ്ങിച്ചിട്ട് കാറ് അവിടെ കിടക്കും പോവും. പക്ഷേ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് പോകാനും മറ്റേ അവിടെ ഉണ്ടല്ലോ നാഷണൽ അവാർഡ് വാങ്ങിച്ചൊരു സാറ്, ഞാനിപ്പോൾ ഒരു കാഞ്ഞിരമ്പ പറയുമ്പോഴത്തേക്കും മറ്റേ അവാർഡ് വാങ്ങിച്ച സാറിൻ്റെ വീട് എന്ന് പറയുന്നില്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാവും. നിങ്ങൾ ദിവ്യാജി ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാഷൻ ഉണ്ടാവണം. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കുട്ടികളുണ്ടാവും, ചില വീട് വയ്ക്കും, ചില സാമ്പത്തിക ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്ത് വരാൻ ഏറ്റവും നല്ല വീഡിയോ ഇത് തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണെന്ന് ക്യാമ്പ് ഫെയർ. ഇത് അറിഞ്ഞെങ്കിൽ എനിക്ക് വരാൻ കഴിയാതായിപ്പോയി. ഞാൻ വരുന്ന സമയം വരെയും തിരക്കായിപ്പോയി. ഇനി പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സംബന്ധിച്ചാലും ഒരുപാട് പേര് പോസിറ്റീവായിരിക്കുന്നുണ്ട്, നിങ്ങൾ നടുവഴിക്കുന്നുണ്ട്, നിങ്ങൾ കംഫർട്ടായിട്ടുള്ള സീറ്റല്ല എന്ന് എനിക്കറിയാം. ഇത്രയും സമയം ഞാൻ നിങ്ങളോട് എന്താ പറയുക, എനിക്ക് ഒരിക്കലും എന്താ പറയുക പെർഫെക്ഷൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എൻ്റെ അത് പെർഫെക്ഷൻ ഉള്ളത് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന് സാറിനോട് ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒത്തിരി ഇന്ററാക്റ്റീവ് ആയ ക്ലാസ് ആയിരുന്നു. സാറിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി, അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി. സാറ് പറഞ്ഞ പോലെ ഇത്രയും ടൈം ഒരു മോട്ടിവേഷൻ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്രത്തോളം പ്രവർത്തന സജ്ജരായി മാറേണ്ടവരാണ് അധ്യാപകർ എന്നുള്ള ഒരു അറിവ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻസ് ഒരുപാട് കിട്ടും. ഇത്തരം ഒരു അനുഭവം പറയുക, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതിനോട് നമ്മുടെ ചിന്താഗതി തന്നെ യോജിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാറ് ഇത്രയും സമയം നമ്മളോട് സ്പെൻഡ് ചെയ്യുന്നതിന് എൻ്റെയും കോളേജിൻ്റെയും എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേരിൽ ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. സാറിന് ഒരു ചെറിയ മെമ്മൻറ്റോ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൈൽഡ് ടീച്ചറിനെയും രജി ടീച്ചറിനെയും ഇൻവൈറ്റ് ചെയ്യും. അത് സ്വീകരിക്കാൻ എന്നെ സാറിനെയും ഇൻവൈറ്റ് ചെയ്യും. റംസീന ഞാൻ ആദ്യമായിട്ട് എനിക്ക് മെമ്മൻറ്റോ കൊടുത്തത് ഒരു 12-13 വർഷം സ്റ്റേറ്റ് ലെവൽ ടീച്ചിങ് ചെയ്ത് പോവുകയാണ്. ഈ വർഷം ഞാൻ പോകുന്നത് അന്ന് എനിക്ക് കുറച്ച് സ്കൂളിൽ നിന്ന് ആദ്യം തരുന്നത്. അപ്പോൾ അന്ന് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇതാണോ കിട്ടി. അത് ഭയങ്കര പല ദിവസം നോക്കി, പിറ്റേന്ന് രാവിലെ എണീറ്റ് വീണ്ടും നോക്കി, അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എണ്ണം കൂടി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയോടും കൂടി ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു 3 ബെഡ്റൂമും ഒരു ഹാളും പിന്നെ ഒരു കുഞ്ഞൊരു ഡൈനിങ് ഏരിയയും ഒക്കെ ഉള്ള സ്ഥലമാണ്. വീടൊന്നും വെച്ചിട്ടില്ല. കാര്യം വേണമെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വീട് വയ്ക്കാൻ സമയം ഉണ്ടായിരുന്നു. വേറെ സേവിങ്സ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. കാര്യം KSFB ചെട്ടി അടയ്ക്കുന്നതിന് പ്രാകുന്ന ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ചെട്ടി കെട്ടാമായിരുന്നു എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സത്യം പറഞ്ഞ് വീട്ടിൽ വെക്കാൻ ഇടമില്ലാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് മാറപ്പെട്ടു. ഞാൻ ആലോചിച്ചു, സാധാരണ ഒരു അധ്യാപകർക്കൊക്കെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം കിട്ടും, സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ ഏതെങ്കിലും പിള്ളേർ ഇപ്പോൾ മൊമെൻ്റ് ആയതുകൊണ്ട് പിള്ളേർ കൊടുക്കും, 4-5 കിട്ടും. അപ്പോൾ എനിക്ക് ഇനിയും ഒത്തിരി വർഷം സർവീസ് ഉള്ളപ്പോൾ സമയത്ത് ഇത്രയും കിട്ടുക, പരമോന്നത ഒരു ബഹുമതി കിട്ടുക എന്നൊക്കെ പറയുമ്പം
എന്താ പറയുക, അതൊക്കെ നമ്മൾ ചെയ്ത എവിടെയെങ്കിലുമൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച അധ്യാപകരുടെ നല്ല ഇതുകൊണ്ടായിരിക്കാം, അവരിൽ നിന്ന് കിട്ടിയ ഇൻസ്പയറിങ് ആയിരിക്കാം. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വന്നതിലും സന്തോഷം. താങ്ക് യു.